നമസ്കാരം. വേദിയിലും സദസ്സിലും ആവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, കേരള ചരിത്ര ഗവേഷണ കൗൺസിലും കേരള സർവകലാശാലയും കേരള സർവകലാശാല ചരിത്ര വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇളംകുളം കുഞ്ഞമ്പിള്ള അനുസ്മരണ പ്രഭാഷണത്തിന് പങ്കെടുക്കാനെത്തിയിരിക്കുന്ന എല്ലാവരെയും ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കേരള ചരിത്ര പുനഃസൃഷ്ടിക്ക് നിസ്തുലമായ സംഭാവനകൾ ചെയ്ത ഭാഷാശാസ്ത്ര വിദഗ്ധനും ചരിത്രകാരനും ആയിരുന്ന ഇളംകുളം കുഞ്ഞമ്പിള്ളയെ അനുസ്മരിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം സംഘടിപ്പിക്കുക എന്നത് ചരിത്ര അധ്യാപകരെ സംബന്ധിച്ചും ഗവേഷകരെയും വിദ്യാർത്ഥികളെയും സംബന്ധിച്ചും വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചടങ്ങാണ്. ഭാഷാശാസ്ത്രജ്ഞൻ, ചരിത്രകാരൻ എന്നുള്ള നിലയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ക്രിയാത്മക പ്രതിഭാശാലിയായിരുന്നു ഇളംകുളം കുഞ്ഞമ്പിള്ള. ഒരു അക്കാദമീഷ്യൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, കേരള ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ ഏടുകളെ പുനരാവരണം ചെയ്യുന്നതിന് അദ്ദേഹം നടത്തിയിട്ടുള്ള സമർപ്പിതമായ ശ്രമങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി സമ്പ്രദായങ്ങൾ, മരുമക്കത്തായം സമ്പ്രദായം, അതുപോലെ തന്നെ കളരി, ചാവേർ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഉദ്ഭവവും വളർച്ചയും, കേരള രാഷ്ട്രീയ ഘടന, ആധുനിക കേരളത്തിന്റെ രൂപീകരണം, ഭാഷാ സാഹിത്യത്തിന്റെ വികാസം എന്നിവയിലെല്ലാം തികഞ്ഞ അവധാനതയോടെ പഠനം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇത്തരമൊരു മഹത് വ്യക്തിയെ അനുസ്മരിച്ചുകൊണ്ട് നടത്തുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് പ്രശസ്ത ചരിത്രകാരനും കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാനുമായ പ്രൊഫസർ KN ഗണേഷ് സാറാണ്. അദ്ദേഹത്തെ ഇവിടെ ഇരിക്കുന്ന ആർക്കും പുതുതായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കേരള ചരിത്ര രചനാ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപകനാണ് KN ഗണേഷ് സാർ. അദ്ദേഹം കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ ചെയർമാൻ ആയി അലങ്കരിക്കുന്നു എന്നതിനേക്കാൾ ഉപരി എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിത്വമാണ്. ചരിത്ര രചനാ രീതിയെ വളരെ ലളിതവൽക്കരിക്കുന്നതിൽ ഒരു സുപ്രധാന പങ്ക് അദ്ദേഹത്തിന് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സാമൂഹ്യ ചരിത്ര രചനാ രീതിയെ ഒരു മാനവിക സ്വഭാവം നൽകിക്കൊണ്ട് കേരളത്തിന്റെ ഇന്നലകൾ എന്ന് പറയുന്ന കൃതി വളരെയേറെ പ്രഗത്ഭമായിട്ടുള്ള കൃതിയായി അദ്ദേഹത്തിന് ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതും ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ചരിത്ര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചുമായി ചേർന്നുകൊണ്ട് ഇത്തരമൊരു അക്കാദമിക ഗവേഷണ സംരംഭം സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെയേറെ അഭിമാനം നൽകുന്ന കാര്യമാണ്. നമ്മളോട് സഹകരിക്കാൻ ഇത്തരം സന്മനസ് കാണിച്ച KN ഗണേഷ് സാറിനെ, അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം കാണിച്ച മഹാമനസ്കതയെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും സാക്ഷ്യം നിർത്തി ഞാൻ സ്നേഹാദരപൂർവ്വം ഗണേഷ് സാറിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുള്ളൂ. നമ്മുടെ ഇന്നത്തെ ചടങ്ങില് സാന്നിധ്യമായി ഇരിക്കാം എന്ന് ഏറ്റിരുന്നത് കേരള സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സാറായിരുന്നു. സാറിന് ഒഴിവാക്കാനാകാത്ത ചില കാരണങ്ങൾ കൊണ്ട് ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വന്നിട്ടുണ്ട്. അദ്ദേഹം വരും എന്നാണ് നമ്മളോട് അറിയിച്ചിരുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ അഭാവത്തിലും അദ്ദേഹത്തെയും ഇവിടെ സ്വാഗതം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഇന്ന് നമ്മൾ ഏവരും കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഡോക്ടർ മനു വി ദേവദേവൻ ആണ്. IIT മണ്ഡി ഹിമാചൽ പ്രദേശിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് ചരിത്ര വിഭാഗം. അദ്ദേഹം കേരള ചരിത്രത്തിൽ വളരെ സമഗ്രമായ സംഭാവനകൾ ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ്. ഈ സമകാലീന കാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രമുഖമായ വളരെ പ്രധാനപ്പെട്ട കൃതികൾ അതെല്ലാം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും അക്കാദമിക മേഖലകളിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിത്വമാണ്.
തീർച്ചയായിട്ടും ഗവേഷണ തൽപരത പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ട് ഗവേഷണ രംഗത്ത് തനതായ സംഭാവന ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ സേവനം, അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് നമുക്ക് ലഭിക്കുക എന്നത് കേരള കൗൺസിൽ ഫോർ ഹിസ്റ്ററിക്കൽ റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ കേരള സർവകലാശാല ചരിത്ര വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും കൂടുതൽ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. ഏറെ തിരക്കുകൾക്ക് ഇടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ കൃത്യസമയത്ത് എത്തിച്ചേരാനും ഇവിടെ ഒരു പ്രഭാഷണം, അതും മഹത് വ്യക്തിയായിട്ടുള്ള ഇളംകുളം കുഞ്ഞൻപിള്ളയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രഭാഷണം നടത്തുന്നതിനും അദ്ദേഹം കാണിച്ച സന്മനസ്സിന് നമ്മളുടെ പൂർണ്ണമായിട്ടുള്ള അനുമോദനം അതുപോലെ തന്നെ ഞങ്ങളുടെ കടപ്പാട് അറിയിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് മനു വി ദേവദേവൻ സാറിനെ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. KCHRന്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന പ്രൊഫസർ ദിനേശൻ വി, അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം വളരെ കാര്യക്ഷമമായിട്ട് KCHRന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അക്കാദമിക കാര്യങ്ങളിലും ഗവേഷണ കാര്യങ്ങളിലും സമഗ്രമായ സംഭാവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. കേരള യൂണിവേഴ്സിറ്റി ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന പല പ്രോഗ്രാമിലും സജീവമായി പങ്കെടുക്കുന്നതിനും നമുക്ക് പ്രോത്സാഹനം നൽകുന്നതിനും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നിത്യമായ രീതിയിലുള്ള പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം സ്മരിച്ചുകൊണ്ട് KCHRന്റെ ഡയറക്ടർ ഡോക്ടർ വി ദിനേശൻ സാറിനെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ധാരാളം അധ്യാപക സുഹൃത്തുക്കളുണ്ട്. KCHRന്റെ ഭാഗത്തു നിന്നുള്ള സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഗവേഷകർ ഉണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഗവേഷണം നടത്തുന്നവരും മറ്റ് ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരും ഉണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിസ്റ്ററിയിലെയും മറ്റ് അഫിലിയേറ്റഡ് കോളേജിലെയും പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഉണ്ട്. ഇന്നത്തെ ഈ ഒരു പ്രഭാഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു പ്രഭാഷണത്തെ ഗൗരവത്തോടെ സമീപിക്കുന്ന ആളുകളെ മാത്രമാണ് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. എല്ലാവരെയും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും KCHRന്റെ പേരിലും ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലുമുള്ള സ്വാഗതം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി. ഇന്നത്തെ ചടങ്ങിന് അധ്യക്ഷത വഹിക്കാൻ പ്രൊഫസർ ഡോക്ടർ KN ഗണേഷിനെ ചടങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ഇന്ന് ഇളംകുളം കുഞ്ഞൻപിള്ള സ്മാരകം പ്രഭാഷണം നടത്തുന്ന പ്രൊഫസർ മനു ദേവദേവൻ, പ്രൊഫസർ ദിനേശൻ, പ്രൊഫസർ ഷാജി അനിരുദ്ധൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഈ പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം, ഒരു ലിങ്ക് എന്നുള്ള രീതിയിൽ പറയാനുള്ള ശ്രമം മാത്രമാണ് നമ്മൾ നടത്തുന്നത്. അത് പ്രൊഫസർ ഇളംകുളം തൻ്റെ ചരിത്രപരമായ പഠനങ്ങൾ നടത്തുന്നത് 1940-കളിൽ നിന്ന് തുടങ്ങി 60-കൾ വരെ അദ്ദേഹത്തിൻ്റെ അന്തിമഘട്ടം വരെയുള്ള കാലഘട്ടത്തിലാണ്. ഞാൻ ഈ കാലഘട്ടത്തിൻ്റെ ചില സൂചനകൾ മാത്രമേ ഇവിടെ നൽകുന്നുള്ളൂ. മലയാള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാഷാപരമായിട്ടുള്ള അന്വേഷണം നടത്തുന്ന കൃതി, അതിനോടൊപ്പം തന്നെ പലതരത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രബന്ധങ്ങളൊക്കെ തന്നെ ഉണ്ടായി വരുന്നത് കേരളം ഒരു ഭാഷാ സംസ്ഥാനമായിട്ട് മാറുന്ന ഒരു ഘട്ടത്തിലാണ്. അന്ന് നടന്ന ഒരു പ്രധാനപ്പെട്ട ഡിബേറ്റ് എന്ന് പറയാവുന്നൊരു കാര്യം, ഒരുപക്ഷെ ഒരു ഭാഷയുടെ ഉത്ഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡിബേറ്റിന് വലിയ അർത്ഥമുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ തോന്നൽ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അതേസമയം തന്നെ ഈ ഭാഷയുടെ പരിണാമത്തെക്കുറിച്ചുള്ള അന്വേഷണം എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ഏത് രൂപത്തിലുണ്ടായി വന്നു, മലയാള ഭാഷ എന്ന് പറയുന്ന എന്താണ്, ഏത് സമയത്തുണ്ടായി വന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയൊരു ചർച്ച അക്കാലത്ത് നടക്കുകയുണ്ടായി. തൊട്ടു മുമ്പ് 1940-കളിൽ തന്നെ
വടക്കുംകൂർ രാജരാജവർമ്മ രാജാവ് തൻ്റെ സംസ്കൃത സാഹിത്യ ചരിത്രം എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുകയും അതിനോടൊപ്പം തന്നെ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങളിലും സംസ്കൃതവും മലയാളവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ ശക്തമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. അതേസമയം തന്നെ രാമസ്വാമി ശാസ്ത്രിയെ പോലെയുള്ള ആളുകൾ അവർ തമിഴുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഇതേ രീതിയിൽ അവതരിപ്പിച്ചിരുന്നു. ഇപ്പം തമിഴിൽ നിന്നാണോ സംസ്കൃതത്തിൽ നിന്നാണോ ഉത്ഭവിക്കുന്നത് മലയാളം? ഒരു ഉത്ഭവകഥ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഉത്ഭവകഥയ്ക്ക് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷെ ഉത്ഭവകഥ അക്കാലത്ത് വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. പ്രത്യേകിച്ച് മലയാളം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭാഷ നിലവിലുണ്ടെന്നും അതിനെ ചൊല്ലിയൊരു സംസ്ഥാനം നിലവിൽ വരണമെന്നും ആ ഭാഷാ സംസ്ഥാനത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ സംസ്കൃതിയുടെ വളർച്ചയായി കാണണമെന്നും ഉള്ള ഒരു കാഴ്ചപ്പാട് കേരളം ഒട്ടാകെ രൂപപ്പെട്ടു വന്ന അതേ ഘട്ടത്തിലാണ് ഇളംകുളം കുഞ്ഞൻപിള്ള തൻ്റെ മലയാള ഭാഷയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നു. അതായത് ഇനി വരാൻ പോകുന്ന വിഷയം ഭാഷയുടെ രാഷ്ട്രീയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഭാഷയുടെ രാഷ്ട്രീയം ഒരുപക്ഷെ തുടക്കമിടുന്ന ഒരു ഘട്ടത്തിലാണ് ഇളംകുളത്തിൻ്റെ രചനകൾ മുഴുവനും നടക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ മനൂവി ദേവദേവനും ഇളംകുളം കുഞ്ഞൻപിള്ളയും തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധം, മറ്റൊരുപാട് ബന്ധങ്ങളുണ്ടാവാം, പക്ഷേ ഇപ്പോഴത്തെ ബന്ധം എന്ന് പറയുന്നത് അതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്ന്. കാരണം ഇപ്പോൾ നമ്മൾ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് മലയാള ഭാഷ എന്ന് പറയുന്ന ഭാഷയുടെ വളർച്ച, അതിൻ്റെ രൂപഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, അത് ആ മൊഴിവഴക്കം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒക്കെ തന്നെ നമ്മളുടെ ഇടയിൽ വീണ്ടും ചർച്ചകൾ രൂപപ്പെട്ടു വരുന്നൊരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ആരുടെ ഭാഷ എന്നുള്ള ചോദ്യം ചോദിക്കുകയും മലയാള ഭാഷയുടെ മൊഴിവഴക്കങ്ങൾ എന്ന് പറയുന്നത് ആരുടേതാണ് എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായി വരികയും ആരുടേതാണ് എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായി വരുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊഴിവഴക്കങ്ങളിലുള്ള ഭിന്നതകൾ വേറിട്ട് കാണിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ 1950കളിൽ ഉണ്ടാവാത്ത രീതിയിലുള്ളൊരു ഭാഷാ വിശ്ലേഷണങ്ങളിലേക്ക് നമ്മൾ നീങ്ങുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മാത്രമല്ല, മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം മലയാളം ഒരു ഔപചാരിക എഴുത്ത് രൂപമായിട്ട് അംഗീകരിക്കാത്തൊരു ജനവിഭാഗം കേരളത്തിലുണ്ടായി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയും കൂടി എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഭാഷാപരമായിട്ടുള്ള ചർച്ചകൾ വീണ്ടും ഉണ്ടാകേണ്ടതുണ്ട്. ഇളംകുളം ഒരുപക്ഷെ തുടങ്ങി വെച്ചിരുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് മറ്റൊരു രൂപത്തിൽ ആവിഷ്കരിക്കേണ്ടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മനൂവി ദേവദേവന്റെ പ്രമേയത്തിൽ ഒരു രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് ഉണ്ട് എന്നുള്ള ധാരണയോടുകൂടി ഞാൻ അദ്ദേഹത്തെ ഇളംകുളം സ്മാരക പ്രഭാഷണം നടത്താനായി ക്ഷണിച്ചുള്ളൂ. നന്ദി. ഇന്നിവിടെ പ്രഭാഷകനായി എത്തിച്ചേർന്നിരിക്കുന്നത് ഡോക്ടർ മനൂവി ദേവദേവൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മണ്ഡി ചരിത്ര വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറാണ്. JNUവിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ അദ്ദേഹം മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും The Historical Evolution of Literary Practice in Medieval Kerala CE 1200 to 1800 എന്ന വിഷയത്തിൽ ഗവേഷണം പൂർത്തിയാക്കി. A Prehistory of Hinduism, The Early Medieval Origins of India, അവകാശികളില്ലാത്ത ഭൂമി, Cleo and Her Descendants അദ്ദേഹത്തിന്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ്. ഈ പ്രഭാഷണത്തിലൂടെ 19ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ അച്ചടി മുതലാളിത്തത്തിലൂടെ ഇന്ത്യൻ ഭാഷകൾക്കുള്ള രൂപാന്തരങ്ങൾ, ഈ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാഴ്ചപ്പാടുകളും സിദ്ധാന്തങ്ങളും വിപുലമായ ഗവേഷണങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ശ്രമമാണ്. അതിനാൽ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമസ്കാരം. ശ്രീ ഇളംകുളം PN കുഞ്ഞൻപിള്ള അനുസ്മരണ പ്രഭാഷണം കേരളത്തിലെ ചരിത്ര ഗവേഷണ മേഖലയിലെ ശ്രദ്ധേയമായ സംരംഭങ്ങളിലൊന്നാണ്. ഇതിനുമുമ്പ് എൻ്റെ ഗുരുക്കന്മാരും ഗുരുസ്ഥാനീയരുമായ പലരും ഈ പ്രഭാഷണം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്.
ഏതാനും മാസങ്ങൾക്ക് മുമ്പ് KCHR ഭാരവാഹികൾ ഈ വർഷത്തെ പ്രഭാഷണം നടത്താൻ സമ്മതമാണോ എന്ന് ചോദിച്ചുകൊണ്ടൊരു മെയിൽ അയച്ചപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക കൂടി ചെയ്യാതെയാണ് ഞാൻ സമ്മതം അറിയിച്ചത്. അതിനൊരു കാരണമുണ്ട്. 1960കളിൽ തുടങ്ങുന്ന കേരളത്തിലെ ചരിത്ര ഗവേഷണ മേഖലയിലെ ഒരു ഗുരുശിഷ്യ പാരമ്പര്യമുണ്ട്. ഇളംകുളത്തിലാണ് ആ പാരമ്പര്യം ആരംഭിക്കുന്നത്. ഇളംകുളം മാഷ് നമുക്കൊക്കെ അറിയാം, ഒരു സാഹിത്യ പണ്ഡിതനായിരുന്നു. പക്ഷെ അക്കാലത്തെ മറ്റു സാഹിത്യ പണ്ഡിതന്മാരിൽ നിന്നും അദ്ദേഹം വളരെ വ്യത്യസ്തനായിരുന്നു. കാരണം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ സാഹിത്യം മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി അത്യാവശ്യം നല്ലൊരു ധാരണയുള്ളത് ആവശ്യമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ശ്രീ ഇളംകുളം. ആ വഴിക്ക് തണുക്കുന്നില്ല ആൾക്കാർക്ക്. എനിക്ക് നല്ല തണുപ്പ് തോന്നുന്നുണ്ട്. AC കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? കുറച്ചു. അല്ല, കഴിഞ്ഞ ദിവസം ഞാനൊന്ന് വഴുതി വീഴുകയുണ്ടായി. അപ്പോൾ കാലിന് കുറച്ചൊരു നീരും ഉണ്ട്. അപ്പോൾ അതും തണുപ്പും കൂടി ആയപ്പോഴത്തെ ഒരു അസ്കത. അപ്പോൾ ഇളംകുളം 60കളിൽ തുടങ്ങി വെച്ച ഈ പാരമ്പര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ചോദിക്കാനുണ്ടായിരുന്ന പല ചരിത്രപരമായ ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ നിലവിലുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലൊന്നും ആ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി ഉള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല. അങ്ങനെ ചരിത്ര ഗവേഷണം എന്ന മേഖലയിലേക്ക് കൂടി കടന്നു ചെല്ലേണ്ട ഒരു അനിവാര്യത അദ്ദേഹത്തിന് ഉണ്ടാവുന്നുണ്ട്. ആ വഴിക്ക് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്ന കേരളത്തിലെ മലയാള, സംസ്കൃത, മണിപ്രവാള സാഹിത്യങ്ങളൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം പഠിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. സ്വമേധയാ സ്വന്തം പ്രയത്നത്തിലൂടെ അദ്ദേഹം ഗവേഷണം നടത്തി. കേരളത്തിലെ ചരിത്ര ഗവേഷണ മേഖലയിലേക്ക് ബഹുമാന്യമായ ഒരുപാട് സംഭാവനകൾ അദ്ദേഹം നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് പ്രൊഫസർ MGS നാരായണൻ. MGS മാഷ് PhD ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സൂപ്പർവിഷനിലാണ്. അദ്ദേഹമായിരുന്നു MGSന്റെ ഗൈഡ്. ഔപചാരികമായിട്ട് ഇളംകുളമായിരുന്നില്ല ഗൈഡ്, അത് പ്രൊഫസർ V നാരായണപിള്ളയായിരുന്നു. പക്ഷെ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാരായണപിള്ളയുടെ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇളംകുളം അദ്ദേഹത്തെ ഗൈഡ് ചെയ്യുകയാണ്. അങ്ങനെ MGS മാഷ് ഇളംകുളത്തിൻ്റെ ശിഷ്യനായി. MGSന്റെ ശിഷ്യനാണ് പ്രൊഫസർ കേശവൻ വെളുത്താട്ട്. കേശവൻ മാഷിൻ്റെ ശിഷ്യനാണ് ഞാൻ. ഇപ്പോൾ ഗണേശ മാഷ് നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റി പറഞ്ഞു, ഞാനും ഇളംകുളവും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റി. അപ്പോൾ ഇതാണ് ആ ബന്ധം. അപ്പോൾ ഇളംകുളം എന്ന ഒരു പൂർവാചാര്യനിൽ തുടങ്ങുന്ന ഒരു ഗുരുശിഷ്യ പരമ്പരയിൽ ആ പരമ്പരയുടെ ഭാഗമായി നിന്നുകൊണ്ട് ആ പൂർവാചാര്യനെ അനുസ്മരിക്കുക കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്ന ഒരു വിഷയത്തെ പറ്റി ആയിരിക്കും ഞാൻ ഇന്ന് സംസാരിക്കുക. ഭാഷ. ഇപ്പോൾ ഗണേശ മാഷ് ഓൾറെഡി പറഞ്ഞതുപോലെ ഭാഷയെപ്പറ്റി സുപ്രധാനമായ പല നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട് ഇളംകുളം. അദ്ദേഹം ഭാഷയും സാഹിത്യവും നൂറ്റാണ്ടുകളിൽ എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ രചിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് 19ാം നൂറ്റാണ്ടിനെ പറ്റിയും 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്തെ പറ്റിയുള്ള ചില കാര്യങ്ങളാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഗവേഷണ മേഖല ആയിരുന്നില്ല. മാത്രമല്ല, നിങ്ങളെയൊക്കെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം കൂടി പറയാം. കേരളത്തെ പറ്റി ആയിരിക്കില്ല ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. കിഴക്കൻ ഇന്ത്യയെ പറ്റിയും, അതായത് അസം, ബംഗാൾ, ഒറീസ ഈ സംസ്ഥാനങ്ങളെ പറ്റിയും ഒരു പരിധിവരെ കർണാടകത്തെ പറ്റിയും ആയിരിക്കും സംസാരിക്കുക. ഞാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കേരളത്തിലെ ഈ മലയാളി മെമ്മോറിയലിൻ്റെ ഒക്കെ ചരിത്രം അറിയാവുന്നവർക്ക് ഒരുപക്ഷെ ഇത് വ്യക്തമായിട്ട് മനസ്സിലാവും എന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ ഒരു 2.5 നൂറ്റാണ്ടായിട്ട് എന്ന് വെച്ചാൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന വില്യം ജോൺസിൻ്റെ ഒക്കെ കാലം തുടങ്ങി ഇങ്ങോട്ട് ഇന്ത്യയിലെ ഭാഷകൾ പലതരം ഗവേഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പലതരം പഠനങ്ങൾ, ചരിത്രപരമായ പഠനങ്ങളുണ്ട്, ഭൂമിശാസ്ത്രപരമായ പഠനങ്ങളുണ്ട്, സാഹിത്യപരമായ പഠനങ്ങളുണ്ട്, നാട്ടുപുറവിയലുമായി ബന്ധപ്പെട്ട പഠനങ്ങളുണ്ട്, അതേപോലെ വാമൊഴിയെന്നും വരമൊഴിയെന്നുള്ള വേർതിരിവിനെ മുൻനിർത്തിക്കൊണ്ട് നടന്നിട്ടുള്ള പഠനങ്ങളുണ്ട്. ഈ പഠനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് നമ്മുടെ ഭാഷകളെ പറ്റി വിപുലമായ എന്ന് വെച്ചാൽ സമൃദ്ധമായ അറിവിൻ്റെ ഒരു ശേഖരം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 150 അല്ലെങ്കിൽ 200 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാഷകളെ പറ്റി നമ്മൾ അറിഞ്ഞിരുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ് ഇന്ന് ഈ ഭാഷകളെ പറ്റിയുള്ള നമ്മുടെ അറിവ്. അതത് ഭാഷകളെ പറ്റിയും ഭാഷകൾ തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയും. എന്നിരിക്കലും കുറച്ച് വിമർശന ബുദ്ധിയോടുകൂടി നമ്മൾ കാര്യങ്ങളെ സമീപിക്കുമ്പോൾ നിലവിലുള്ള പഠനങ്ങളിൽ പല പോരായ്മകളും കണ്ടെത്താൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പോരായ്മയെ പറ്റി പറയാം. അത് എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മയാണ്
ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ എത്ര ഭാഷകൾ സംസാരിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. 140 കോടിയോളം പോരുന്ന ഇന്ത്യയിലെ ജനത എത്ര ഭാഷകൾ സംസാരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും അല്ലെങ്കിൽ ലേഖനങ്ങളും ഒക്കെ വായിക്കുമ്പോൾ, അഥവാ നെറ്റ് പോലെയുള്ള മാധ്യമങ്ങളൊരു തെരച്ചിൽ നടക്കുമ്പോൾ പലതരം സംഖ്യകളാണ് നമുക്ക് കിട്ടുക. 270 ഭാഷകളുണ്ടെന്ന് ഒരിടത്ത് രേഖപ്പെടുത്തി കണ്ടിട്ടുണ്ട്. 500 ആണെന്നും 600 ആണെന്നും ഒക്കെ പലയിടത്തും കാണാം. 1500 ആണെന്നും 1700 ആണെന്നും ഒക്കെ പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഏതാണാവോ ശരി? 19,500 ഭാഷകളുണ്ട് ഇന്ത്യയിൽ എന്നുള്ളൊരു റിപ്പോർട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. നെറ്റിൽ തിരഞ്ഞു നോക്കാം, നിങ്ങൾക്ക് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന വാർത്തയാണ്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ, എന്ത് രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ 19,500 എന്നുള്ള സംഖ്യയിൽ എത്തിപ്പെട്ടത് എന്ന് നമുക്കറിയില്ല. ഇപ്പൊ ലോകത്ത് തന്നെ ഏറ്റവും അധികം ഭാഷകൾ സംസാരിക്കുന്ന രാജ്യം പാപ്പുവ ന്യൂഗിനി ആണെന്നാണ് പറയുന്നത്. ഇന്തോനേഷ്യയോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ രാജ്യമാണ്. അവിടെ 840 ഭാഷകളാണ് അത്രയുള്ളത്. ഇത് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ കണക്കുകളാണ്. ഇന്ത്യയിൽ എന്നാൽ അത്രയധികം ഭാഷകളില്ല. ഇന്ത്യയിലുള്ളത് 780 ഭാഷകളാണ് എന്നാണ് പ്രശസ്ത ഭാഷാശാസ്ത്ര പണ്ഡിതനായ പ്രൊഫസർ GN ദേവി പറയുന്നത്. ഇനി നമുക്ക് 2011 കാനേഷുമാരി കണക്കുകളിലേക്ക് പോകുമ്പോൾ, 2011 21 കണക്കെടുപ്പ് ഉണ്ടായില്ലല്ലോ, അന്ന് ലോകമെമ്പാടും അതിലും വലിയൊരു മാരിയായിരുന്നു. അപ്പോൾ 11 കണക്കുകൾ അനുസരിച്ച് നമുക്ക് എത്ര ഭാഷകളുണ്ടെന്നറിയില്ല. പക്ഷെ 270 ഭാഷകളെ പറ്റി അവിടെ പരാമർശം നമുക്ക് കാണാം. ഈ കാനേഷുമാരി കണക്കുകളിൽ ഒരു ഭാഷയെ ഉൾപ്പെടുത്തണമെങ്കിൽ ചില ക്രൈറ്റീരിയ ഉണ്ട്. ആ വകുപ്പുകാർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്രൈറ്റീരിയ ആണ്. അതനുസരിച്ച് ഒരു ഭാഷ സംസാരിക്കുന്നവരുടെ എണ്ണം ചുരുങ്ങിയത് ഇത്രയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ അത് ഉൾപ്പെടുത്തുകയുള്ളൂ. ഈ സംഖ്യ കാലാകാലമായിട്ട് മാറിക്കൊണ്ടിരിക്കും. ജനസംഖ്യ വർദ്ധിക്കുന്നതിന് അതനുസരിച്ച് അത് വർദ്ധിക്കും. ഒരു കാലത്ത് 1000 ആയിരുന്നു, പിന്നെ 2000 ആയി, പിന്നെ അത് 5000 ആയി. 2001 11 കണക്കെടുപ്പ് നടത്തുമ്പോൾ 10,000 ആയിരുന്നു ഈ കണക്ക്. അതായത് ഒരു ഭാഷ സംസാരിക്കുന്നവരുടെ എണ്ണം ചുരുങ്ങിയത് 10,000 ഉണ്ടെങ്കിൽ മാത്രമേ സെൻസസ് റിപ്പോർട്ടുകളിൽ ആ ഭാഷ രേഖപ്പെടുത്തുകയുള്ളൂ. 9,999 ഉള്ളൂ എന്ന് പറഞ്ഞാലും ഒരെണ്ണം കുറവാണെങ്കിലും ആ ഭാഷയെ ഉൾപ്പെടുത്തുകയില്ല. അങ്ങനെയുള്ള ഭാഷകളെയൊക്കെ അതർസ് എന്ന് പറഞ്ഞൊരു വിഭാഗത്തിൽ പെടുത്തുക ചെയ്യുക, അന്യഭാഷകൾ. നേരത്തെ പറഞ്ഞ 270 ഭാഷകളിൽ 121 ഭാഷകളെ പ്രധാനപ്പെട്ട ഭാഷകൾ എന്നാണ് അവിടെ വേർതിരിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 149 ഭാഷകൾ ഈ പ്രധാനപ്പെട്ട ഭാഷകളുടെ ഉപഭാഷകളാണ്. ഈ 270 പെടാത്ത, അതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റു ചില ഭാഷകൾ, ഈ അന്യഭാഷകൾ സംസാരിക്കുന്നവരുടെ എണ്ണം 19 ലക്ഷമാണ് എന്നാണ് ഈ 2011 കണക്കിൽ കാണുന്നത്. 18,77,000 ചില്ലറ. പക്ഷെ ഈ പറഞ്ഞ 270 ഭാഷകൾക്കുള്ളിൽ തന്നെ, ഒരേ ഭാഷാ ഫാമിലിയിലൊക്കെ തന്നെ പല ഭാഷകളും ഉപഭാഷകളായിട്ടുള്ളവയിലേക്ക് 10,000 തികയുന്ന ഒരു സംഖ്യ കാണുന്നില്ല. അപ്പൊ അവിടെയും പലയിടത്തും നമുക്ക് ഈ അതർ അല്ലെങ്കിൽ അന്യഭാഷകൾ ഇങ്ങനെ കാണാൻ പറ്റും. അവിടുത്തെ അന്യഭാഷകളുടെ സംഖ്യ എന്ന് പറയുന്നത് 1,85,00,000 അതും നേരത്തെ പറഞ്ഞ 19 ലക്ഷം ആവുമ്പോൾ ഏതാണ്ട് 2,04,00,000 ജനങ്ങൾ അന്യഭാഷകളാണ് സംസാരിക്കുന്നത്. ഈ ഭാഷകളുടെ എണ്ണം, ഭാഷകൾ സംസാരിക്കുന്നവരുടെ എണ്ണം 10,000 തികയുന്നില്ല. ഈ ഭാഷകൾ എത്ര എണ്ണം ഉണ്ടെന്ന് അറിഞ്ഞാലേ നമുക്ക് ഇതിനെപ്പറ്റി ഒരു വ്യക്തത ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 91 സെൻസസിനെ പറ്റിയിട്ട് 94 മുതൽ 99 വരെ സെൻസസ് കമ്മീഷണറായിരുന്ന വിജയൻ ഉണ്ണി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, അന്ന് കണക്കെടുപ്പ് നടത്തിയപ്പോൾ കിട്ടിയ മാതൃഭാഷകളുടെ എണ്ണം 10,400 ആണെന്നാണ്. 10,400 എന്ന് പറഞ്ഞാൽ വലിയൊരു ഡേറ്റയാണ്. അത്രയും ഡേറ്റ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അത് ബുദ്ധിമുട്ടായതുകൊണ്ട് റാഷണലൈസ്ഡ് മദർ ടങ് എന്നുള്ള ഒരു രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവർ ഇതിനെ വെട്ടിക്കുറച്ചിട്ട് 1,576 ആക്കി മാറ്റി. 1,576 ഒരു വലിയ സംഖ്യയാണെന്ന് തോന്നിയതുകൊണ്ട് ഒന്നുകൂടി ഇതിനെ റാഷണലൈസ് ചെയ്ത് ഭാഷകളുടെ എണ്ണം കുറച്ചിട്ട് 216 ആക്കി 1991. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് ഈ ഭാഷകളുടെ എണ്ണം നിർവചിക്കപ്പെടുന്നത്. അപ്പൊ പല ഭാഷകൾ സംസാരിക്കുന്നവരും പല ഭാഷകളിലും സംസാരിക്കുന്നവരുടെ എണ്ണം ചിലപ്പോൾ 1000 തന്നെ തികഞ്ഞൊന്നും വരില്ല. ഇപ്പൊ ആൻഡമാൻ നിക്കോബാറിലെ സെന്റിനലീസ് എന്ന് പറഞ്ഞ ഭാഷ സംസാരിക്കുന്നവർ 200 250 പേരേ ഉള്ളൂ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇപ്പൊ ആസാമിലൊരു ഭാഷയുണ്ട്, ഖമ്യാൻ എന്നാണ് ആ ഭാഷയുടെ പേര്. ലക്ഷക്കണക്കിന് ആൾക്കാരടങ്ങുന്ന ഒരു ഗോത്രവർഗത്തിന്റെ ഭാഷയാണ്. ഇവരെല്ലാവരും അത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നതും. പക്ഷേ കഴിഞ്ഞ ഒരു 50 വർഷമായിട്ട് യുവതലമുറയിൽപ്പെട്ടവരൊക്കെ അസാമി ഭാഷ തന്നെ സംസാരിക്കുന്നു. അതുകൊണ്ട് സെൻസസ് റിപ്പോർട്ടിൽ ഈ ഭാഷയുടെ പരാമർശമില്ല. പക്ഷെ 2003 നടന്ന ഒരു പഠനത്തിൽ ഈ ഭാഷ സംസാരിക്കുന്ന 50 പേരാണ് അന്ന്
അവശേഷിക്കുന്നതെന്നാണ് കാണുന്നത്. 2024 ഒരു പഠനം കൂടി നടന്നു, അതിൽ ആ സംഖ്യ 37 കുറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂരിനടുത്ത് കൂക്കാനം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമമുണ്ട്. ദിനേശ് മാഷക്ക് അറിയായിരിക്കും. അവിടെ 88 വയസ്സായ KP നാരായണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ രാജപുത്രി എന്ന് പറയുന്ന ഒരു മരുമകളുണ്ട്. ഈ രണ്ടുപേരും സംസാരിക്കുന്ന ഭാഷയുടെ പേര് മദിക എന്നാണ്. മദിക. ഇന്ന് ലോകത്ത് ഈ മദിക ഭാഷ സംസാരിക്കുന്ന ഈ രണ്ടുപേര് മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അതിൽ നാരായണൻ ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. കഴിഞ്ഞ വർഷം ജനുവരിയിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന് 87 വയസ്സായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഈ സെൻസസ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഇപ്പൊ റാഭ എന്ന് പറഞ്ഞൊരു ഭാഷയുടെ കീഴിലെ ഉപഭാഷകളുടെ പട്ടികയിൽ ആകെ ഒരാളെ പരാമർശിക്കുന്നുള്ളൂ. അതായത് ഏതോ ഒരു ഭാഷയുണ്ട്, ആ ഭാഷ സംസാരിക്കുന്ന ഒരാൾ മാത്രമേ ഇന്ന് ജീവിച്ചിരിക്കുള്ളൂ. ഇന്നത്തെ കാര്യം അറിയില്ല, 2011. അതുപോലെ 2 പേരും 3 പേരും ഒക്കെ അതറുള്ള പട്ടികയിൽ വരുന്നത് നമ്മൾ കാണാം. ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ഇന്ത്യയിൽ ഏകദേശം 32.5 ലക്ഷം പേര് സംസാരിക്കുന്ന ഒരു ഭാഷയാണത്രേ പഹാഡി. ഹിമാചൽ പ്രദേശിലാണ് ഈ ഭാഷ ഏറ്റവും അധികം സംസാരിക്കുന്നതാണ് പറയപ്പെടുന്നത്. കുറച്ച് പേര് ഉത്തരാഖണ്ഡിലുമുണ്ട്, ചെറിയൊരു സംഖ്യ നേപ്പാളിലുമുണ്ട്. ഞാൻ 1999 ഒരു പ്രാവശ്യം ഹിമാചൽ പ്രദേശിൽ ട്രെക്കിങ്ങിന് പോയിരുന്നു. എനിക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടു. അതിനുശേഷം 2012 വരെ ഏകദേശം എല്ലാ വർഷവും, ചിലപ്പോഴൊക്കെ ഒരു വർഷത്തിൽ 2-3 തവണയും ഞാനവിടെ യാത്ര ചെയ്തിട്ടുണ്ട്. 2012 ജനുവരിയിൽ അവിടെയുള്ള IIT മണ്ടിയിൽ അധ്യാപകനായിട്ട് എനിക്ക് ജോലി കിട്ടി. അതിനുശേഷം ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 25 വർഷത്തെ വളരെ അടുത്ത ബന്ധം എനിക്ക് ഹിമാചൽ പ്രദേശുമായിട്ടുണ്ട്. അപ്പോൾ ആ സംസ്ഥാനത്ത് ഞാൻ വ്യാപകമായിട്ട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. പല ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകളാണ്. അതിൽ ഗവേഷണത്തിന് വേണ്ടിയുള്ള യാത്രകളുണ്ട്, വിനോദസഞ്ചാരമുണ്ട്, തീർത്ഥാടനമുണ്ട്, ട്രെക്കിങ്, മൗണ്ടനറിങ്, സുഹൃത്തുക്കളുടെ മറ്റു വീടുകളിൽ പാല് കാച്ചലോ അല്ലെങ്കിൽ എന്താണ് വിവാഹം പോലെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി നടത്തിയ യാത്രകൾ. പക്ഷെ ഇന്നേ വരെ ഞാൻ സംസാരിക്കുന്ന ഭാഷ അല്ലെങ്കിൽ എൻ്റെ മാതൃഭാഷ പഹാഡിയാണ് എന്ന് പറയുന്ന ഒരൊറ്റ ആളെ പോലും ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു പക്ഷേ എൻ്റെ കുഴപ്പമായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിക്കുകയായിരുന്നു. കാരണം ഞാനൊരു ഭാഷാശാസ്ത്ര പണ്ഡിതനല്ല. അപ്പോൾ ഭാഷാശാസ്ത്രം പഠിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ചില രീതിശാസ്ത്രമോ അല്ലെങ്കിൽ ഉൾക്കാഴ്ചകളോ കൊണ്ട് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരാളെ കണ്ടെത്താൻ സാധിച്ചേക്കും എന്നൊക്കെ വിചാരിച്ച് സമാധാനിച്ചിരിക്കുമ്പോഴാണ് ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് നേരത്തെ പറഞ്ഞ പ്രൊഫസർ GN ദേവിയുടെ കൂടെ ഒരു 3-4 ദിവസം ചെലവഴിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് ഹൈദരാബാദിൽ വെച്ച്. ദേവിക്കും ഹിമാചൽ പ്രദേശ് നല്ല പരിചയമുള്ള ഒരു സ്ഥലമാണ്. അവിടെ അദ്ദേഹം കേലോങ് എന്ന് പറഞ്ഞ നഗരത്തിൽ ലാഹോൽ സ്പീതി ട്രൈബൽ മ്യൂസിയം സ്ഥാപിച്ച ആളാണ്. 12 ജില്ലകളുണ്ട് ഹിമാചൽ പ്രദേശിൽ, അതിലൊന്നിൻ്റെ പേരാണ് ലാഹോൽ സ്പീതി. ദേവി പറഞ്ഞു പഹാഡി സംസാരിക്കുന്ന ഒരാളെ അദ്ദേഹവും കണ്ടിട്ടില്ല. അതിന് കാരണം അങ്ങനെ ഒരു ഭാഷയില്ല. ഇതാരാ പറയണമെന്ന് ആലോചിക്കണം. 50 വോള്യങ്ങളിലായിട്ട് ഏകദേശം 35,000-ഓളം പേജുകൾ അടങ്ങുന്ന ദ പീപ്പിൾസ് ലിംഗ്വിസ്റ്റിക് സർവേ ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥ പരമ്പര ഉണ്ടാക്കിയെടുത്ത പ്രൊഫസർ ഗണേഷ് നാരായൺ ദേവിയാണ് പറയുന്നത് പഹാഡി എന്നൊരു ഭാഷ ഇല്ല എന്ന്. ആ ഇല്ലാത്ത ഭാഷ സംസാരിക്കുന്ന 32.5 ലക്ഷം പേരുണ്ടെന്നാണ് സെൻസസ് റിപ്പോർട്ടിൽ. ഇവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ സെൻസസ് എടുക്കാൻ പോകുന്നത് മിക്കവാറും നമ്മുടെ സ്കൂൾ അധ്യാപകരാണ്. അപ്പോൾ അവരുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ ഓരോ വീടുകളിൽ പോവുക, ചില ചോദ്യങ്ങൾ ചോദിക്കുക, അവർ കിട്ടുന്ന റെസ്പോൺസുകൾ കുറിച്ചെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങളുടെ മദർ ടങ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവരെന്ത് പറയുന്നു അത് എഴുതിയെടുക്കാൻ മാത്രമേ ഇവരുടെ അടുത്ത് വകുപ്പുള്ളൂ. അത് തന്നെയാണോ ഇവരുടെ മാതൃഭാഷ, അല്ലെങ്കിൽ ആ പേരിലൊരു ഭാഷ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കാനുള്ള ഒരു ഏർപ്പാടില്ല, ഒരു സംവിധാനം അവിടെ ഇല്ല. ഇപ്പം ഞാൻ വീട്ടിലെ ഭാര്യയായിട്ട് കലയിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ സെൻസസുകാർ കയറി വരുന്നത്. എന്താ മാതൃഭാഷ എന്ന് ചോദിച്ചാൽ ദേഷ്യത്തിൽ ഞാൻ കടല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടല എന്ന് എഴുതിയെടുക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. അപ്പോൾ ആളുകൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. 71 കണക്കെടുപ്പ് നടക്കുമ്പോൾ, സെൻസസ് കണക്കെടുപ്പ് നടക്കുമ്പോൾ സംസ്കൃതമാണ് മാതൃഭാഷ എന്ന് പറഞ്ഞവരുടെ എണ്ണം 2200 ആയിരുന്നു ഇന്ത്യയിൽ. 81 ആയപ്പോഴേക്കും അത് വർദ്ധിച്ച് 6100 ഏകദേശം 3 ഇരട്ടി. ഇതൊരു സ്വാഭാവികമായ വളർച്ചയല്ല കേട്ടോ. കാരണം 70കളിൽ നമ്മുടെ ജനസംഖ്യ വർദ്ധിച്ചതിനൊരു അനുപാതമുണ്ട്, ഓരോ ഭാഷകൾ സംസാരിക്കുന്നവരുടെ എണ്ണം കൂടിയതിനൊരു അനുപാതമുണ്ട്, അതിൻ്റെ ഒരു ശരാശരി അനുപാതമുണ്ട്. ഇതെല്ലാം ഒരു 3-4% തുടങ്ങി 30-35% എന്നുള്ളൊരു റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഇവിടെ 3 ഇരട്ടി വർധനവ്. 91 കണക്കെടുപ്പ് നടത്തിയപ്പോൾ സംസ്കൃത മാതൃഭാഷയാണെന്ന് പറഞ്ഞവരുടെ സംഖ്യ 6100 നിന്ന് 49,700 മാറി.
രാമജന്മഭൂമിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ആ കണക്കെടുപ്പ് നടത്തുന്നത്. ഈ വർധനവിന്റെ 90% നമ്മൾ കാണുന്നത് ഉത്തർപ്രദേശിലാണ്. രസം അതല്ല, 2001 കണക്കെടുപ്പ് നടത്തിയപ്പോൾ 49,000 നിന്ന് കുറഞ്ഞ് 14,000 സംസ്കൃതം സംസാരിക്കുന്നവരുടെ എണ്ണം. ഇതേ കാലയളവില് അതായത് 91 കണക്കനുസരിച്ച് അറബി സംസാരിക്കുന്നവരുടെ എണ്ണം, സംസാരിക്കല്ല മാതൃഭാഷയായവരുടെ എണ്ണം 21,000 ആയിരുന്നു. 2001 ആയപ്പോഴേക്കും അത് 51,000. അത് പിന്നെ സംസ്കൃതത്തിന്റെ കാര്യം പറഞ്ഞ പോലെ കുറഞ്ഞില്ല. 2011 സെൻസസിൽ അത് 53,000 ആവുകയാണ് ചെയ്തത്. അപ്പൊ ഇതുപോലെയുള്ള ധാരാളം കൺഫ്യൂഷൻസ് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ചരിത്രപരമായിട്ട് ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കേണ്ടത്. ഇനി ഞാൻ ഈ സെൻസസും കാര്യങ്ങളൊക്കെ നിർത്താം, കുറച്ച് ചരിത്രപരമായ കാര്യങ്ങളിലേക്ക് കടക്കാം. കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് തുടങ്ങാം. കിഴക്കൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചുകൂടങ്ങൾ സ്ഥാപിക്കുന്നത് ഈ 18ാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിലാണ്. 1777 ആ വർഷം 2 അച്ചുകൂടങ്ങൾ ഒറ്റയടിക്ക് അവിടെ സ്ഥാപിക്കുന്നുണ്ട്. ഒന്ന് ഒരു ആൻഡ്രൂ സാഹിബിന്റെയാണ്. അപ്പൊ ഇദ്ദേഹത്തെ പറ്റി നമുക്ക് കാര്യമായ വിവരങ്ങളൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ചുകൂടത്തിൽ നിന്ന് 1778 ആദ്യത്തെ പുസ്തകം അച്ചടിക്കുന്നുണ്ട്. ഗ്രാമർ ഓഫ് ദി ബംഗാളി ലാംഗ്വേജ് എന്ന് പറഞ്ഞ ബെഞ്ചമിൻ ഹാലറ്റിന്റെ പുസ്തകമാണത്. അതേ വർഷം, അതായത് 77 തന്നെ സ്ഥാപിച്ച മറ്റൊരു അച്ചുകൂടം 1780 അച്ചടി ആരംഭിച്ച, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഹിക്കേസ് ബംഗാൾ ഗസറ്റിയർ എന്ന് പറയുന്ന ആദ്യത്തെ ഇന്ത്യൻ പത്രം ഉണ്ടല്ലോ, ആ പത്രത്തിന്റെ ഉടമയായ ജെയിംസ് ഹിക്കെയാണ്. അവിടുന്ന് ആദ്യമായിട്ട് അച്ചടിച്ച് കാണുന്നത് 1778 വർഷത്തിന്റെ കലണ്ടറാണ്. പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിൽ, അതായത് ഒറീസയിലും അസമിലും ഒക്കെ പിന്നെയും വളരെ വൈകിയാണ് ഈ അച്ചടി വരുന്നത്. ബംഗാളിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ആദ്യകാലത്ത് ഞാൻ ഈ പറഞ്ഞ 2 അച്ചുകൂടങ്ങളും സ്ഥാപിച്ചത് മിഷണറിമാരല്ല എന്നുള്ളതാണ്. ജെയിംസ് ഹിക്കെയും ആൻഡ്രൂ സാഹിബും രണ്ടുപേരും മിഷണറിമാരായിരുന്നില്ല. പിൽക്കാലത്ത് വില്യം കാരയൊക്കെ വരുന്നുണ്ട്. അദ്ദേഹം ശ്രീരാംപൂരിൽ, ഇംഗ്ലീഷിൽ സെറാംപൂർ എന്ന് എഴുതുന്ന ശ്രീരാംപൂരിൽ ഒരു അച്ചുകൂടം സ്ഥാപിക്കുന്നു. മിഷണറി പ്രവർത്തനങ്ങൾ അവിടെ വികസിച്ച് വരുന്നുണ്ട്. അതേപോലത്തെ ഡെവലപ്മെന്റ്സ് നമുക്ക് അസമിൽ കാണാം, ഒറീസയിൽ കാണാം. പക്ഷേ ഈ മിഷണറിമാരല്ലാത്തവരുടെയും അച്ചുകൂടങ്ങൾ ബംഗാളിൽ ഉണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ട് ഈ മതപരമായ കൃതികൾ മാത്രമല്ല, അവിടെ ചരിത്ര ഗ്രന്ഥങ്ങളും അച്ചടിച്ചു വരുന്നുണ്ട്. ബംഗാളി ഭാഷയിലെ ആധുനികപൂർവ്വ സാഹിത്യ കൃതികൾ അച്ചടിച്ചു വരുന്നുണ്ട്. നിയമവുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് സെക്യുലർ മേഖലകളിലൂടെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഈ ബംഗാളി ഭാഷയിൽ ആദ്യകാലം തൊട്ട് തന്നെ വരുന്നുണ്ട്. മാത്രമല്ല, അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഒരു നയം, അവരുടെ പ്രദേശത്തിലെ സ്കൂളുകളിൽ അതത് പ്രദേശത്തെ മാതൃഭാഷയിലായിരിക്കണം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നൊരു നയം കൂടി വരുന്നുണ്ട്. മാത്രമല്ല, ബംഗാൾ പ്രസിഡൻസിയിലുള്ള ബ്രിട്ടീഷ് അധികാരികൾ നിശ്ചയമായും ആവശ്യമായും ബംഗാളി ഭാഷ പഠിക്കണം എന്നുള്ള ഒരു നയം കൂടി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടും പാഠപുസ്തകങ്ങളും മറ്റുമൊക്കെ അച്ചടിച്ച് വരുന്നതായിട്ട് നമുക്ക് അവിടെ കാണാം. മാത്രമല്ല, സ്കൂളുകൾക്കുള്ള പാഠപുസ്തകങ്ങളും. ഒറീസയിൽ ആദ്യമായിട്ട് ഒരു അച്ചുകൂടം സ്ഥാപിക്കുന്നത് 1837 37 അത് ബ്രിട്ടനിൽ നിന്ന് യന്ത്രം കയറ്റി അയക്കുന്നു. 38 അച്ചുകൂടം തുടങ്ങുന്നു. അത് കുറച്ച് മിഷണറിമാരാണ് തുടങ്ങുന്നത് കട്ടക് നഗരത്തിൽ. 2 കൊല്ലം മുന്നേ 36 ആസാമിൽ അച്ചുകൂടം വരുന്നത്. അപ്പൊ ആസാമിൽ ഈ അച്ചുകൂടങ്ങൾ വന്ന് പുസ്തകങ്ങൾ അച്ചടിക്കുന്നതും ബംഗാളിൽ അത് വരുന്നതും തമ്മിൽ ഏകദേശം 60 കൊല്ലത്തെ വ്യത്യാസമുണ്ട്. മാത്രമല്ല, ബംഗാളിൽ ആദ്യകാലം തുടങ്ങി തന്നെ പാഠപുസ്തകങ്ങളും മറ്റിനം പുസ്തകങ്ങളും ഒക്കെ അച്ചടിച്ച് വരുന്നതുകൊണ്ട് അപ്പോൾ ഒരു വിദ്യാഭ്യാസം എന്നൊരു മേഖലയിൽ ആധുനിക കാലത്തെ വിദ്യാഭ്യാസത്തിന്റെ ഒരു വികസനത്തിന്റെ ചരിത്രത്തിൽ 60 വർഷം എന്ന് പറയുന്നത് വലിയൊരു കാലഘട്ടമാണ്. അപ്പൊ അത്രയ്ക്ക് പിന്നോക്കമായി മാറുന്നുണ്ട് ഈ അസമും ഒറീസയും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇവിടെ അച്ചുകൂടങ്ങൾ വന്നതിന് ശേഷവും അതിനു മുമ്പേ ആ ഭാഷകളിൽ പുസ്തകങ്ങൾ അച്ചടിക്കുന്നുണ്ട്. പക്ഷെ അത് മതപരമായ പുസ്തകങ്ങളാണ്. അത് അച്ചടിക്കുന്നത് ശ്രീരാംപൂരിൽ നിന്നാണ്, അല്ലാണ്ട് അസാമിൽ ഒറീസയെന്നോ അല്ല. അപ്പൊ ഇവിടങ്ങളിൽ അച്ചടി പിന്നീടും വളർന്നു വരുന്നത് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലല്ല. അത് 1860-കളിലൊക്കെയാണ്. ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ, ആസാമിലെ സ്കൂളുകളിൽ ആസാമിയിലാണ് പഠിപ്പിക്കേണ്ടത്, ഒറീസയിലെ സ്കൂളുകൾ ഒറിയ മീഡിയത്തിലാണ് പഠിപ്പിക്കേണ്ടത്. പക്ഷെ പഠിപ്പിക്കാൻ പ്രാപ്തരായ അധ്യാപകരില്ല, പഠിപ്പിക്കാൻ ആവശ്യമുള്ള പാഠപുസ്തകങ്ങളും ഇല്ല, കാരണം അച്ചുകൂടങ്ങളും ഇല്ല. അങ്ങനെ ബംഗാളിൽ നിന്ന് വരുന്ന അധ്യാപകരാണ് ഈ സ്കൂളുകളിലെല്ലാം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, അവർ ബംഗാളി പാഠപുസ്തകം വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ അത് കുട്ടികൾക്കൊരു പ്രശ്നമായി തോന്നുന്നില്ല. കാരണം ബംഗാളി, ആസാമി, ഒറിയ, അതേപോലെ മൈഥിലി, ഈ 4 ഭാഷകൾ തമ്മിൽ നല്ല സമാനതകളുണ്ട്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഈ ഭാഷകൾ തമ്മിൽ, പക്ഷെ വ്യത്യാസങ്ങളെക്കാൾ കൂടുതൽ സമാനതകളാണ് കാണുന്നത്. അപ്പോൾ ആസാമി അറിയാവുന്ന ഒരാൾക്ക് ഒറിയ കേട്ടാൽ മനസ്സിലാവും. അതെനിക്ക് അതിൻ്റെ അനുഭവമുണ്ട്. ഞാൻ 2011 ഒരു വർഷം ഭുവനേശ്വറിലായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഒറിയ ഭാഷ പഠിച്ചു.
സംസാരിക്കാനും എഴുതാനും വായിക്കാനും. അപ്പോൾ ഇന്ന് അത്യാവശ്യം നന്നായിട്ട് എനിക്ക് ആ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ബംഗാളിയും ഒറിയയും അസാമിയും കേട്ടാൽ മനസ്സിലാവും. ഒന്ന് ശ്രമിച്ചാൽ കൽക്കട്ടയിലോ വല്ലതും പോയി ഒരു 15 ദിവസം നിന്നാൽ ഒരു പക്ഷേ സംസാരിക്കാനും സാധിച്ചെന്ന് വരും. അത്രയ്ക്ക് സമാനതകൾ ഉള്ളതുകൊണ്ട് തന്നെ ആ കാലത്ത് 1820കളിലും 30കളിലും ഒന്നും ഇതൊരു പ്രതിസന്ധിയായി മാറിയില്ല. പക്ഷെ ഒരു 50കളൊക്കെ ആകുമ്പോഴേക്കും ഇതൊരു സംഘർഷത്തിന് വഴിയൊരുക്കുന്നുണ്ട്. ഒറിയ സംസാരിക്കുന്നവരും ബംഗാളി സംസാരിക്കുന്നവരും തമ്മിൽ ഒരു സംഘർഷം. അതായത് ബ്രിട്ടീഷ് ഭരണകൂടം കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ബംഗാളികളോടാണ്. അസമിൽ ഒറീസയിൽ പോലും അവർക്ക് തൊഴിൽ നൽകുന്നുള്ളൂ എന്നതൊരു പ്രതിസന്ധിയായി മാറുന്നുണ്ട്. ഈ പ്രതിസന്ധി അത് രൂക്ഷമായി മാറുന്നത് 1866ലാണ്. ആ വർഷമാണ് ഒറീസയുടെ ചരിത്രം കണ്ട ഏറ്റവും വലിയ ക്ഷാമം ഉണ്ടാകുന്നത്. അന്ന് അവിടുത്തെ ജനസംഖ്യയുടെ 1/3 ആഹാരമില്ലാതെ മരിച്ചു പോകുന്നത്. ബംഗാൾ പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന ഒറീസ ആ പ്രദേശത്തെ ജനസംഖ്യ 30 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമായി ചുരുങ്ങുന്നുണ്ട്. 2-3 മാസങ്ങൾ കൊണ്ട് ആഹാരമില്ലാതെ 10 ലക്ഷം പേര് മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടൊന്നും വിഭാവനം ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ക്രൈസിസ് ആയിരുന്നു അത്. വൈലോപ്പിള്ളിക്ക് വിഭാവനം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹം സനാതൻ എന്ന് പറഞ്ഞ മനോഹരമായ ഒരു കവിത എഴുതിയിട്ടുണ്ട് ഈ ഒറീസയിലെ ക്ഷാമത്തെ പറ്റി. ഏതായാലും അത് കഴിഞ്ഞതോടുകൂടി ഒരു ആരോപണം ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ വരുന്നത്, ബ്രിട്ടീഷ് ഭരണകൂടം ചുരുങ്ങിയത് 25,000 ഒറിയക്കാർക്കെങ്കിലും തൊഴിൽ നൽകിയിരുന്നെങ്കിൽ സ്കൂളുകളിലും പട്ടാളത്തിലും മറ്റു പ്രദേശത്തുമായിട്ട് ആ 25,000 പേരും അവരുടെ കുടുംബാംഗങ്ങളായ 1.5-2 ലക്ഷം പേർക്കെങ്കിലും ജീവൻ രക്ഷപ്പെട്ടേനെ. അവർക്ക് ജീവൻ നഷ്ടപ്പെടുകയില്ലായിരുന്നു. അപ്പോൾ ഒരു പരിധി വരെ മാത്രമല്ല, നല്ലൊരു പരിധി വരെ ബ്രിട്ടീഷ് ഭരണകൂടമാണ് ഈ ക്ഷാമത്തിന് കാരണം. ഇത്ര രൂക്ഷമാവില്ലായിരുന്നു അവർ നേരത്തെ തന്നെ വേണ്ട നടപടികൾ എടുത്തിരുന്നെങ്കിൽ എന്നൊരു ആരോപണം വരുന്നുണ്ട്. ഈ ആരോപണം ഏറ്റവും ശക്തമായിട്ട് ഉന്നയിക്കുന്നത് ഒരു ബംഗാളിയാണ്, ഒരു ഗൗരിശങ്കർ റായ് എന്ന് പറഞ്ഞ ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഒറിയക്കാരുടെ കൂടെ ആ കാലത്ത് നിൽക്കുന്നു. മാത്രമല്ല ഒറീസയിലെ നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നായകന്മാരിൽ ഒരാൾ കൂടിയാണ് ഈ ഗൗരിശങ്കർ റായ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആ വർഷം അദ്ദേഹം ഒരു അച്ചുകൂടം സ്ഥാപിക്കുന്നുണ്ട് കട്ടക് നഗരത്തിൽ. അപ്പോൾ ഇതാണ് ഒറീസയിലെ ആദ്യത്തെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള അച്ചുകൂടം. മാത്രമല്ല അവിടുന്ന് ഉത്കൽ ദീപിക എന്ന് പറഞ്ഞൊരു പത്രവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു തുടങ്ങുന്നുണ്ട്. ഈ പത്രം ഏകദേശം ഒരു 60-70 വർഷക്കാലം നിലനിന്നിരുന്നു. ഒറീസയിലെ ഉണർന്നു വരുന്ന ഒരു ദേശീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൗത്ത് പീസ് എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചിരുന്ന ഒരു പത്രം കൂടിയാണ് ഇത്. ആദ്യകാലത്ത് ഇദ്ദേഹത്തിന്റെ ഗൗരിശങ്കർ റായുടെ വിമർശനം മുഴുവൻ ബ്രിട്ടീഷ് സർക്കാരിനെതിരെയാണ്. കാരണം ബംഗാളികൾക്ക് തൊഴിൽ നൽകുന്നില്ല എന്നുള്ളത്. ഇതേ സമയമാകുമ്പോഴേക്കും കുറച്ച് ശാസ്ത്രീയവും അശാസ്ത്രീയവുമായ രീതിയിൽ ഈ ഭാഷകളെ താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവനകളും പുസ്തകങ്ങളും ഒക്കെ ആളുകൾ എഴുതി തുടങ്ങുന്നുണ്ട്. അതിനൊരു കാരണമാവുന്നത് ഈ സമ്പൽപൂർ തുടങ്ങിയ, അതായത് പടിഞ്ഞാറൻ ഒറീസയിലെ ഒരു ജില്ലയാണ് സമ്പൽപൂർ. അവിടുന്ന് അങ്ങോട്ട് പടിഞ്ഞാറുള്ള പ്രദേശങ്ങൾ മുഴുവനും സെൻട്രൽ പ്രോവിൻസസിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ സെൻട്രൽ പ്രോവിൻസസിലെ ഭാഷ, അഡ്മിനിസ്ട്രേറ്റീവ് ഭാഷ ഹിന്ദിയാണ്. പക്ഷേ ഈ പ്രദേശങ്ങളിലൊക്കെ ഒറിയ ഭാഷ തന്നെ തുടരാം. പക്ഷെ ഇനി മുതൽക്ക് അവിടെ ഒറിയ പാടില്ല, അവിടെയും ഹിന്ദി തന്നെ വേണം എന്ന് പറഞ്ഞൊരു ഉത്തരവിറക്കുന്നുണ്ട് 1867. അതോടെ ഒരു സേവ് ഒറീസ ക്യാമ്പയിൻ, സേവ് ഒറിയ ലാംഗ്വേജ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു ഒരു പ്രസ്ഥാനം പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. അതും ഈ ഉത്കൽ ദീപിക എന്ന് പറയുന്ന പത്രത്തിൽ കൂടി തന്നെയാണ്. ആ അവസരത്തിലാണ് ഒരു കാന്തി ചന്ദ്ര ഭട്ടാചാര്യ എന്ന് പറഞ്ഞ ഒരാൾ 1870 ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ഒഡിയ സ്വതന്ത്ര ഭാഷ നാഹേ എന്നാണ്. എന്നുവെച്ചാൽ ഒറിയ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രമായ ഭാഷയേ അല്ല, അത് ബംഗാളിയുടെ ഒരു വകഭേദം മാത്രമാണെന്ന്. ഇതേ നിലപാട് അക്കാലത്ത് മറ്റു പലരും എടുക്കുന്നുണ്ട്. ഒരു സ്കൂൾ അധ്യാപകനും പിന്നെ ബംഗാളി ട്രാൻസ്ലേറ്ററും, ബ്രിട്ടീഷ് സർക്കാരിന് വേണ്ടി ബംഗാളി ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളുമായ ഒരു രാജകൃഷ്ണ മുഖോപാധ്യായ പറയുന്നുണ്ട്, ഇതൊരു മിശ്ര ഭാഷയാണ്. ഒറീസ എന്ന് പറയുന്നത് മിശ്ര ഭാഷയാണ്, ഒരു പ്രാകൃതമായ ഭാഷയാണ്, പ്രാകൃതമായ ബംഗാളിയാണ്. അപ്പോൾ അതിനെ പരിഷ്കരിച്ചെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി മുതൽ ഒറിയ ഭാഷ ബംഗാളി ലിപിയിൽ വേണം എഴുതാൻ. ഇങ്ങനെ അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കുന്നുണ്ട്. അതേ സമയത്ത് ചരിത്രകാരന്മാർക്കൊക്കെ അറിയാവുന്ന ഒരു രാജേന്ദ്രലാൽ മിത്ര ഉണ്ട്. ഇദ്ദേഹവും ഒരു പ്രഭാഷണം നടത്തുന്നു. വളരെ കോൺട്രവേഴ്ഷ്യലായ ഒരു പ്രഭാഷണമായിരുന്നു. അക്കാലത്ത് അദ്ദേഹം പറയുന്നത് ഒറീസയിൽ ഇപ്പോൾ അച്ചുകൂടങ്ങളൊക്കെ സ്ഥാപിച്ചു തുടങ്ങി. ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം 20 ലക്ഷമേ ജനസംഖ്യയുള്ളൂ. അതിൽ 11 ലക്ഷം സ്ത്രീകളും കുട്ടികളുമാണ്. ബാക്കിയുള്ള 9 ലക്ഷം പേരിൽ കൂടി വന്നാൽ ഒരു 50,000 പേർക്ക് എഴുത്തും വായന അറിയാതിരിക്കാം. അതിൽ തന്നെ എത്ര പേർക്ക് ഇത് പുസ്തകം അല്ലെങ്കിൽ ആനുകാലികങ്ങളൊക്കെ വാങ്ങാനുള്ള താല്പര്യമോ സാമ്പത്തിക ശേഷിയോ ഉണ്ട്? അപ്പോൾ ഇവിടെ അച്ചുകൂടങ്ങൾ സ്ഥാപിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഒറീസയിലെ ജനങ്ങളുടെ താല്പര്യം മാനിച്ചുകൊണ്ട് നമ്മൾ ഇവിടെയും
ഈ ഒറീസ ഭാഷ റദ്ദാക്കി ബംഗാളി നടപ്പിലാക്കണം. കാരണം ബംഗാളി ഇപ്പൊ തന്നെ വലിയൊരു പ്രദേശത്ത് സംസാരിക്കുന്ന ഭാഷയാണ്. അപ്പോൾ ആ ഭാഷയ്ക്ക് ഇപ്പൊ തന്നെ ഒരു വിപണിയുണ്ട്, ആ വിപണി നമുക്ക് വികസിക്കാനും പറ്റും എന്നൊരു വാദമാണ് അവിടെ അദ്ദേഹം ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വലിയ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഒക്കെ വിധേയമാവുന്നുണ്ട്. അതേസമയം അവിടുത്തെ അച്ചുകൂടങ്ങളുടെ എണ്ണം കുറേശ്ശെ കൂടി വരുന്നുണ്ട്. 1866 അച്ചുകൂടത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. 68 ആവുമ്പോൾ ഒറീസയിലെ ആദ്യകാല നോവലിസ്റ്റുകളിൽ ഒരാളായ വളരെ ശ്രദ്ധേയനായ നോവലിസ്റ്റായ ഫക്കീർ മോഹൻ സേനാപതി ബാലേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇംഗ്ലീഷിൽ ബാലസോർ എന്ന് എഴുതും, ബാലേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അച്ചുകൂടം സ്ഥാപിക്കുന്നുണ്ട്. അവിടെ തന്നെ ഒരു 4 വർഷം കഴിഞ്ഞ് 1872 ഒരു വൈകുണ്ഠനാഥ് എന്ന് പറഞ്ഞാൽ മറ്റൊരു അച്ചുകൂടം സ്ഥാപിക്കുന്നുണ്ട്. അദ്ദേഹവും ഒരു പത്രം തുടങ്ങുന്നുണ്ട്, ഉത്കൽ ദർപ്പൺ എന്ന് പറഞ്ഞൊരു പത്രം. അദ്ദേഹവും വൈകുണ്ഠനാഥ് ദേയും അദ്ദേഹത്തിന്റെ പത്രത്തിൽ സ്ഥിരം എഴുതിക്കൊണ്ടിരുന്ന കട്ടക് സ്വദേശിയായ ഒരു വിചിത്രാനന്ദ പട്നായക്കും കൂടി ചേർന്ന് 1875 ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഒരു നിവേദനം സമർപ്പിക്കുന്നുണ്ട്. അതിലവർ പറയുന്ന ഇതാണ്: ഒറീസ പ്രദേശം ഇന്ന് പല ഭരണകൂടങ്ങളുടെ കീഴിൽ ചിതറിക്കിടക്കുകയാണ്. ബോംബെ പ്രസിഡൻസിയുടെ ചില ഭാഗങ്ങളുണ്ട്, അതായത് മഹാരാഷ്ട്രയോട് ചേർന്ന് കിടക്കുന്ന ചില ഭാഗങ്ങൾ ബോംബെ പ്രസിഡൻസിയിലാണ്. ബംഗാൾ പ്രസിഡൻസിയിൽ ചില ഭാഗങ്ങളുണ്ട്. ഗഞ്ചാം തുടങ്ങിയ ജില്ലകൾ മുഴുവനും മദ്രാസ് പ്രസിഡൻസിയിലാണ്. പിന്നെ സെൻട്രൽ പ്രോവിൻസസിന്റെ ഭാഗമായ പല പ്രദേശങ്ങളും ഉണ്ട്. ആന്ധ്രയോട് ചേർന്ന് കിടക്കുന്ന പല ഭാഗങ്ങളും നിസാമിന്റെ ഭരണത്തിന് കീഴിലാണ്. മാത്രമല്ല ഒറീസയ്ക്കുള്ളിൽ പല നാട്ടുരാജാക്കന്മാരുണ്ട്, സ്വതന്ത്രരായ രാജാക്കന്മാരുണ്ട്. ഇങ്ങനെ പലയിടത്തുമായിട്ട് ഇങ്ങനെ ചെതറിക്കിടക്കുന്നത് ഒരു പ്രശ്നമാണ്. ഈ പ്രദേശങ്ങളെ മുഴുവനും ഏകോപിപ്പിച്ചുകൊണ്ട് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രോവിൻസ് രൂപീകരിക്കണം എന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം ഉണ്ടാവണം എന്നുള്ള ആവശ്യം വരുന്നത് 1875. ഇതിന്റെ പിന്നിലെ കാരണം പഠനങ്ങൾ പറയുന്നത് വൈകുണ്ഠനാഥ് ദേയുടെ അച്ചുകൂടത്തിൽ നിന്ന് അച്ചടിക്കുന്ന പുസ്തകങ്ങളുടെ സർക്കുലേഷൻ വളരെ ലിമിറ്റഡ് ആയിരുന്നു. അതായത് ഇന്നത്തെ ഒറീസയുടെ വടക്കൻ ഒറീസയിലെ ഒരു 4-5 ജില്ലകൾ മാത്രമാണ് അന്ന് ബംഗാൾ പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നത്. അവിടുന്ന് പുസ്തകങ്ങൾ മറ്റു പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, പുസ്തകങ്ങളും ആനുകാലികങ്ങളും കൊണ്ടുപോകണമെങ്കിൽ പലതരം നിയമപരമായ തടസ്സങ്ങളുണ്ട്. കൂടുതൽ അതിനുവേണ്ടി വേറെ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഈ എല്ലാ പ്രദേശങ്ങളും ഒറ്റ ഭരണകൂടത്തിന് കീഴിലായി കഴിഞ്ഞാൽ അങ്ങനത്തെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അങ്ങനെ വലിയൊരു പ്രദേശത്തിലെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യകാലത്തെ ഈ രാജേന്ദ്രലാൽ മിത്രയുടെ പ്രഭാഷണവും പിന്നെ ഈ പറഞ്ഞ ഈ വൈകുണ്ഠനാഥ് ദേയുടെ ഈ പെറ്റീഷന് പിന്നിലുണ്ടായിരുന്ന ഉദ്ദേശവും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആദ്യകാലത്ത് ഒരു ഭാഷാപരമായ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ താല്പര്യം കാണിച്ചിരുന്നത് അന്നത്തെ അച്ചടി മുതലാളിമാരായിരുന്നു എന്നുള്ളത് വ്യക്തമാവുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴാണ് 1888 കൽക്കട്ടയിലുള്ള കുറച്ച് അസാമി വിദ്യാർത്ഥികൾ ഒരു സംഘടന സ്ഥാപിക്കുന്നത്. അസമിയ ഭാഷ ഉന്നതി സാധിനി സമിതി എന്ന് പറഞ്ഞിട്ട് അസാമി ഭാഷയുടെ ഉന്നമനം സാധിച്ചെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ. അന്ന് കൽക്കട്ടയായിരുന്നു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം. അവിടെ കൽക്കട്ട യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, പ്രസിഡൻസി കോളേജ് ഉണ്ട്, ബെഥൂൻ കോളേജ് ഉണ്ട്, സെന്റ് സേവിയർ കോളേജ് ഉണ്ട്, പിന്നെ മെഡിക്കൽ കോളേജ് ബംഗാൾ ഉണ്ട്, ഇന്നത്തെ കൽക്കട്ട മെഡിക്കൽ കോളേജ്. അതുപോലെ ഒരു ഹോമിയോപ്പതി കോളേജ് ഉണ്ട്. പിന്നെ അറിവിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റു പല സ്ഥാപനങ്ങളും ഉണ്ട്, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി. അപ്പോൾ അതുകൊണ്ട് ബംഗാളിൽ നിന്നും അസാമിൽ നിന്നും ബീഹാറിൽ നിന്നും ഒറീസയിൽ നിന്നും ഒക്കെയുള്ള വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് പോയിക്കൊണ്ടിരുന്നത് കൽക്കട്ടയിലേക്കാണ്. അപ്പൊ അങ്ങനെ അസമിൽ നിന്ന് വന്ന കുറച്ച് വിദ്യാർത്ഥികളാണ് ഈ പറഞ്ഞ സ്ഥാപനം അസാമി ഭാഷ ഉന്നതി സാധിനി സമിതി രൂപീകരിക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത വർഷം തന്നെ 1889 ഇവര് ഒരു സാഹിത്യ മാസിക ആരംഭിക്കുന്നുണ്ട്, ജോനകി എന്ന് പറഞ്ഞിട്ട്. ജോനകി എന്ന് വെച്ചാൽ നിലാവ് എന്നാണ് അസാമി ഭാഷയിൽ. 91 ഒരു മാസിക കൂടി സ്ഥാപിക്കുന്നുണ്ട്, ബിജുലി എന്ന് വെച്ചാൽ ബിജ്ലി, മിന്നൽ. പിന്നെ പലതരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സ്ഥാപനമായിരുന്നു. അതായത് കൂടെ പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കും. അതായത് അസാമി ഭാഷയുടെ ചരിത്രം, ആ ഭാഷയുടെ സാഹിത്യം, പിന്നെ ആ പ്രദേശത്തിന്റെ ചരിത്രം, അവിടുത്തെ രാഷ്ട്രീയം, ഭൂമിശാസ്ത്രം, ജനജീവിതം, ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് നിരന്തരം പ്രഭാഷണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അസാമി ഭാഷയിൽ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദി ഒരുക്കുക എന്നുള്ളൊരു ഏർപ്പാടുണ്ടായിരുന്നു. പിന്നെ അച്ചടി നിലവിൽ വരുന്നതിന് മുമ്പ് അസാമി ഭാഷയിലുണ്ടായ സാഹിത്യകൃതികളുടെ ഒരു കാറ്റലോഗ് ഉണ്ടാക്കുക. ഈ കാറ്റലോഗ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അതൊരു വായനശാലയിൽ പോയിട്ട് അവിടെയുള്ള പുസ്തകങ്ങളുടെ മുഴുവൻ പട്ടിക ഉണ്ടാക്കിയതിൻ്റെ വിവരം സംഗ്രഹിച്ചെടുക്കുക അല്ല കേട്ടോ. അത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള പണിയാണ്. അങ്ങനെ മെനക്കെടാൻ കഴിയാത്ത ബുദ്ധിജീവി ചമങ്ങി നടക്കുന്ന ആൾക്കാർ ഇവരെ പുച്ഛിക്കുകയും ചെയ്യും. ഇപ്പോൾ MP ശങ്കുണ്ണി നായർ ഒരിക്കൽ കുഞ്ഞുണ്ണി രാജയെ പറ്റി പറഞ്ഞതാണ്, അവനൊരു കാറ്റലോഗ് പണ്ഡിതനല്ലേ എന്ന്. അപ്പോൾ
ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനത്തെ വായനശാലകളൊന്നുമില്ല. ഇവിടെ കയ്യെഴുത്ത് പ്രതിയുടെ രൂപത്തിലാണ് ഈ കണ്ട മാനുസ്ക്രിപ്റ്റ് മുഴുവനും നിലവിലുള്ളത്. അതും പലയിടത്തായി ചിതറിക്കിടക്കുകയാണ്, പല വീടുകളിലും ശാലകളിലും ക്ഷേത്രങ്ങളിലും മഠങ്ങളിലും ഒക്കെ. അപ്പോൾ അതൊക്കെ എവിടെയാണെന്ന് കണ്ടെത്തണം. അതിൻ്റെ ഉടമസ്ഥന്മാരുടെ അനുവാദം വാങ്ങി അത് വായിച്ച് നോക്കി അതിലെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കണം. അവർ ചായയോ പലഹാരമൊക്കെ തന്നാൽ അത് കഴിക്കണം, ആട്ടി പുറത്താക്കി അത് മിണ്ടാണ്ട് ഇറങ്ങിപ്പോകണം. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് ഈ പറഞ്ഞ കാറ്റലോഗ് ഉണ്ടാക്കിയെടുക്കുന്നത്. മാത്രമല്ല അവരൊരു നിഘണ്ടു പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു പിരിവ് നടത്തുന്നുണ്ട്. 1867 തന്നെ മൈൽസ് ബ്രോൺസൺ എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരനായ ഒരു ബാപ്റ്റിസ്റ്റ് മിഷണറി ഒരു അസമി ഇംഗ്ലീഷ് നിഘണ്ടു പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇന്നും വായിക്കപ്പെടുന്ന ഒരു നിഘണ്ടുവാണ്. കർണാടകത്തിലെ കിറ്റൽ നിഘണ്ടു പോലെ, അല്ലെങ്കിൽ കേരളത്തിലെ ഉണ്ടർട്ടൻ്റെ നിഘണ്ടു പോലെ തന്നെയാണ്. പക്ഷെ ഒരു ഇംഗ്ലീഷ് അസാമി നിഘണ്ടു ഉണ്ടായിരുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ പിരിവ് നടത്തിയത്. അങ്ങനെ ആ നിഘണ്ടു തയ്യാറാവുന്നു. 1900 അത് പ്രസിദ്ധീകരിക്കുന്നു. അതുണ്ടാക്കിയ ഹേമചന്ദ്ര ബർവയുടെ പേരിൽ തന്നെ ഹേമകോഷ് എന്നാണ് ആ നിഘണ്ടു അറിയപ്പെടുന്നത്. ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ അസാമിലെ യുവാക്കൾക്ക് പ്രചോദനമായത് 19-ാം നൂറ്റാണ്ടിലെ ബംഗാളിലെ നവോത്ഥാനമാണ്. രാംമോഹൻ റോയ്, കേശവ് ചന്ദ്ര സെൻ, മൈക്കിൾ മക്സൂദൻ ദത്ത്, ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, ബങ്കിം ചന്ദ്ര, ടാഗോർ കുടുംബം, ടാഗോറും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും അച്ഛനും മുത്തശ്ശനും, ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളിലൂടെ ബംഗാളിൽ ഉണ്ടായി വന്ന ഒരു നവോത്ഥാനത്തെ മാതൃകയാക്കിക്കൊണ്ടാണ് അസമി യുവാക്കൾ ഈ സമിതി രൂപീകരിച്ചതും അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോയതും. അങ്ങനെ ഇരിക്കെ 1898 ഈ സ്ഥാപനം സ്ഥാപിച്ചൊരു 10 കൊല്ലത്തിന് ശേഷം രവീന്ദ്രനാഥ് ടാഗോർ ഭാരതി എന്ന് പറയുന്ന ഒരു ബംഗാളി മാസികയിൽ ഒരു ലേഖനം എഴുതി. ഭാഷാ വിച്ഛേദ് എന്നാണ് ലേഖനത്തിൻ്റെ പേര്. അതിൽ അദ്ദേഹം വാദിക്കുന്നത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം ആരംഭിച്ചതിന് ശേഷം പല പ്രദേശങ്ങളിലും ജനങ്ങൾക്കിടയിലുള്ള ഒത്തൊരുമ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അവർ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി നടപ്പിലാക്കി എന്നല്ല പറയുന്നത്, ഒത്തൊരുമയിലൊരു വർധനമുണ്ടായി എന്നാണ് ടാഗോർ പറയുന്നത്. അതിന് കാരണം എന്താണ്? ഈ പ്രദേശങ്ങൾ മുഴുവനും ഇപ്പോൾ ഒരേ ഭരണകൂടത്തിന് കീഴിലാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരേ തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുന്നു, ഒരേ നിയമത്തിന് വിധേയരായിരിക്കുന്നു, ഒരേ ഭരണകൂടത്തിന് കീഴിൽ ഒരേ ശമ്പളം വാങ്ങി ഒരേ തരത്തിലുള്ള തൊഴിലിലേർപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടായി വന്ന ഒരു ഒത്തൊരുമയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അതിനെ കൂടുതൽ ആഴത്തിലേക്ക് വേരൂന്നിയതാക്കി മാറ്റേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതിനെന്താണ് വേണ്ടത്? ടാഗോർ പറഞ്ഞത് ഇതാണ്: ഏതൊരു പ്രദേശത്തും ഒരു പ്രധാനപ്പെട്ട ഭാഷ ഉണ്ടാവും. ആ പ്രദേശത്തും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ മറ്റ് ഭാഷകളുണ്ടാവും. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഭാഷ കൂടുതൽ തഴച്ച് വളരണം. ആ വളർച്ചയുടെ ഭാഗമായിട്ട് പ്രാധാന്യമില്ലെന്ന് കരുതപ്പെടുന്ന ഭാഷകൾ അതിൽ ലയിച്ചു ചേരണം. അത് തന്നെ പ്രശ്നമുള്ളൊരു വാദമാണ്. പക്ഷെ ആ വാദത്തിന് അദ്ദേഹം ഒരു ഉദാഹരണവും നൽകി. കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ ബംഗാളിയാണ്. പ്രാധാന്യം കുറഞ്ഞ ഭാഷ ആസാമിയും ഒറിയയുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാഷകൾ സംസാരിക്കുന്നവർക്ക് പരസ്പരം ആ ഭാഷ കേട്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ബംഗാളി ഭാഷ അങ്ങോട്ട് വളർന്നു വരണം, അതിലേക്ക് ആസാമിയും ഒറിയയും ലയിച്ചു ചേരണം. ഇങ്ങനെ ഒരു ആദർശമാണ് അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നത്, ഒരു മോഡലാണ് മുമ്പോട്ട് വെക്കുന്നത്. ഇതൊന്ന് വലിയ തർക്കങ്ങൾക്കൊക്കെ കാരണമാകുന്നുണ്ട്. ഒറീസയിലും ആസാമിലുള്ള ബുദ്ധിജീവികൾ ഇതിനെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. ഏറ്റവും ശക്തമായി വിമർശിക്കുന്നത് അസമിലുള്ള ഒരു ലക്ഷ്മിനാഥ് ബേസ്ബറുവ എന്ന് പറഞ്ഞ ഒരാളാണ്. നേരത്തെ പറഞ്ഞ ജോനകി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു. ആധുനിക അസമി ചെറുകഥയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ആളാണ്. അദ്ദേഹം പറഞ്ഞു, ടാഗോറിൻ്റെ ലേഖനത്തിൽ ഒരു കഴമ്പുമില്ല, തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് അദ്ദേഹം തൻ്റെ വാദങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ഒരു സ്വാർത്ഥവും കൂടി ഞാനിതിൽ കാണുന്നുണ്ട് എന്നൊക്കെ രീതിയിൽ അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. ഇനിയിപ്പോൾ ഈ ബേസ്ബറുവ ആരാണ്? ബേസ്ബറുവ ഒരു പ്രജ്ഞാസുന്ദരി ദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് വിവാഹം കഴിച്ചിരുന്നത്. ഒരു ബംഗാളി സ്ത്രീയാണ്. ആദ്യകാല ബംഗാളി പാചക പുസ്തകങ്ങളൊക്കെ എഴുതിയിരുന്നത് ഇവരാണ്. ഈ പ്രജ്ഞാസുന്ദരി ദേവി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ചേട്ടൻ ഹേമേന്ദ്രനാഥ് ടാഗോറിൻ്റെ മകളാണ്. അങ്ങനെ ഒരു ബന്ധവും നല്ലൊരു സുഹൃത്ത് ബന്ധവും ഇവർ തമ്മിൽ ഉണ്ട് എന്ന് പറയുകയാണ്. തിലോത്തമ മിശ്ര ഈ വിഷയത്തെ പറ്റിയിട്ട് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ആ പഠനത്തിൽ വാദിക്കുന്നതെന്ന് വെച്ചാൽ ടാഗോർ പറയുന്ന പോലെ കിഴക്കൻ ഇന്ത്യ മുഴുവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസം, പശ്ചിമ ബംഗാൾ, അസം എന്ന് പറഞ്ഞാൽ പഴയ അസം കേട്ടോ, അതിൽ മേഘാലയം, ഈ പറഞ്ഞ അരുണാചൽ പ്രദേശ് ഒക്കെ ഉൾപ്പെടും, ത്രിപുര, ഒറീസ, ബാംഗ്ലാദേശ്. ഇത്രയും വലിയൊരു പ്രദേശത്ത് മുഴുവൻ ഒരൊറ്റ ഭാഷയുള്ളൂ എന്നുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ ബംഗാളി ഭാഷയുടെ വായനക്കാരുടെ എണ്ണം അത്ര കണ്ട് വർദ്ധിക്കുന്നുണ്ട്. അതായത് ബംഗാളി പുസ്തകങ്ങളുടെയും ആനുകാലികങ്ങളുടെയും വിൽപ്പന അങ്ങനെ വർദ്ധിക്കുന്നു. ഈ എല്ലാ പ്രദേശത്തും ബംഗാളി മീഡിയം സ്കൂളുകളാവുമ്പോൾ
ബംഗാളിയിലുള്ള പാഠപുസ്തകങ്ങളുടെ വിൽപ്പനയും അത്ര കണ്ട് വർദ്ധിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കാരണം വെച്ചുകൊണ്ടുകൂടിയാണ് ടാഗോർ ഈ വാദം ഉന്നയിക്കുന്നത്. കാരണം 1870-കളിൽ തന്നെ ആ വാദം ഉണ്ടല്ലോ, പലരും രാജേന്ദ്രലാൽ മിത്ര പോലുള്ള ആളുകൾ ഉന്നയിക്കുന്ന വാദമാണ്, അതിലൊരു പുതുമയൊന്നുമില്ല. പക്ഷെ പിൽക്കാലത്ത് 1920 ആകുമ്പോഴേക്കും ടാഗോർ ഈ വാദത്തിൽ നിന്ന് പിന്മാറുന്നുണ്ട്, മാപ്പൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആദ്യകാലത്ത് അങ്ങനെയൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ ഒരു സാഹചര്യം നമുക്ക് കർണാടകത്തിലും കാണാൻ പറ്റും. കർണാടകത്തിൽ 1860 ആകുമ്പോഴേക്ക് തന്നെ ഈ ബംഗാളിൽ സംഭവിച്ചതുപോലെ തന്നെ മറാഠയുടെ ഒരു പ്രസൻസ് കാരണം വടക്കൻ കർണാടകയിൽ, പ്രത്യേകിച്ച് വടക്ക് പടിഞ്ഞാറൻ കർണാടകയിൽ കന്നഡ ഭാഷയ്ക്ക് ഒരു അടിയുണ്ടായി എന്നുള്ള ഒരു വാദം പലരും ഉന്നയിച്ച് തുടങ്ങുന്നുണ്ട്. അതിനുള്ള ഒരു കാരണം ആ പ്രദേശത്തുള്ള മിക്ക സ്കൂളുകളും മറാഠി മീഡിയം സ്കൂളുകളാണ്. കന്നഡ മീഡിയം സ്കൂളുകൾ ഏകദേശം ഇല്ല തന്നെ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പലരും ഇവിടെ കന്നഡ സ്കൂളുകൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വാദം ഉന്നയിക്കുന്നതും ബ്രിട്ടീഷ് ഭരണകൂടം അതിൻ്റെ ഒരു അന്വേഷണം നടത്തിയിട്ട് അതിൻ്റെ സാധ്യതകളൊക്കെ ആരായുകയും ചെയ്യുന്നു. എന്നിട്ട് അവർ കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അധ്യാപകരില്ല എന്നുള്ളതാണ്. പാഠപുസ്തകങ്ങളില്ല, അത് നമുക്ക് അച്ചടിക്കാം, പക്ഷേ ഇത് പഠിപ്പിക്കാനുള്ള അധ്യാപകരില്ല. അപ്പോൾ ഈ അധ്യാപകരുടെ പരിശീലന കേന്ദ്രം എന്ന നിലയ്ക്ക് ഒരു സ്കൂള് ധാർവാഡ് നഗരത്തിൽ തുടങ്ങുന്നുണ്ട് ബ്രിട്ടീഷ് ഭരണകൂടം. നോർമൽ സ്കൂൾ എന്നാണ് അതിൻ്റെ പേര്. പിന്നീട് ആ സ്കൂൾ ബെൽഗാമിലേക്ക് മാറ്റുന്നുണ്ട്. അതിൻ്റെ പ്രിൻസിപ്പളായിട്ട് അവർ നിയമിക്കുന്നത് ഒരു ചെന്നബസപ്പ ബസലിംഗപ്പ ധാർവാഡ് എന്ന് പറഞ്ഞ ഒരാളെയാണ്. അപ്പോൾ കർണാടകത്തിലെ 19-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം പഠിക്കുന്നവർക്ക് പോലും ഒരു പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഡെപ്യൂട്ടി ചെന്നബസപ്പ എന്നാണ്. കാരണം കുറേ കാലം അദ്ദേഹം ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഫോർ എഡ്യൂക്കേഷൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു വാദം വീണ്ടും ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നു, നമുക്കൊരു 100 കന്നഡ മീഡിയം സ്കൂളുകളെങ്കിലും സ്ഥാപിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഓരോ സ്കൂളിലും ഒരു 10 അധ്യാപകരെ നിയമിച്ചാൽ 1000 പേർക്ക് തൊഴിലായി. അപ്പോൾ അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൺസേൺ. അങ്ങനെ 10 കൊല്ലം കൊണ്ട് അദ്ദേഹം ഇത് വലിയൊരു ക്യാമ്പയിനാക്കി മാറ്റിയിട്ട് കന്നഡ മീഡിയം സ്കൂളുകളുടെ എണ്ണം 1961 34 ആയിരുന്നു. 71 ആയപ്പോഴത്തേക്ക് അതിൻ്റെ സംഖ്യ വർദ്ധിച്ച് 668 ആയി. 634 പുതിയ സ്കൂളുകളാണ് 10 കൊല്ലം കൊണ്ട് അദ്ദേഹം സ്ഥാപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറീസ് ആയിട്ട് വന്ന ഒരു പുതിയ തലമുറയുണ്ട്. ആ തലമുറ ഈ കന്നഡയുടെയും കന്നഡ സംസാരിക്കുന്ന ജനങ്ങളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ സന്നദ്ധരായിരുന്ന ഒരു കൂട്ടരാണ്. അങ്ങനെ അതിൽപ്പെട്ട ഒരാൾ, ഒരു രാമചന്ദ്ര ഹനുമന്തറാവ് ദേശ്പാണ്ഡെ 1890 ധാർവാഡ് നഗരത്തിൽ ഒരു സംഘടന സ്ഥാപിക്കുന്നുണ്ട്. വിദ്യാവർദ്ധക സംഘ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഒരു വായനശാലയുമുണ്ട്. നല്ലൊരു വായനശാലയാണ്. നമ്മുടെ എല്ലാ വായനശാലകളെയും പോലെ തന്നെ കഴിഞ്ഞൊരു 40-50 കൊല്ലമായിട്ടൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അതുവരെയുള്ള ഏറ്റവും മനോഹരമായ ഒരു ലൈബ്രറിയാണ്. അതായത് നിങ്ങൾക്ക് 19-20 നൂറ്റാണ്ടിൻ്റെ കർണാടകത്തിൻ്റെ ചരിത്രം പഠിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ചരിത്രം പഠിക്കണമെങ്കിൽ നിങ്ങൾ ആവശ്യമായിട്ടും പോയിരിക്കേണ്ട ഒരു സ്ഥലം ഈ വിദ്യാവർദ്ധക സംഘത്തിൻ്റെ വായനശാലയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്, എൻ്റെ ഗവേഷണത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പോകാറുണ്ട്. അങ്ങനെ ഒരു വായനശാല അദ്ദേഹം സ്ഥാപിക്കുന്നു. പിന്നെ എല്ലാ മാസവും പ്രസിദ്ധീകരിക്കുന്ന വാഗ്ഭൂഷണ എന്ന് പറഞ്ഞൊരു സാഹിത്യ മാസികയിൽ ഇറക്കുന്നുണ്ട്. 1997 ഈ പറഞ്ഞ പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന ആലൂർ വെങ്കട്ടറാവു ധാർവാഡിൽ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുന്നുണ്ട്. ആ സമ്മേളനം ഇതാണ്, അതിൻ്റെ പേര് ഇംഗ്ലീഷിലാണ്, ഓൾ കർണാടക റൈറ്റേഴ്സ് കോൺഫറൻസ്. പക്ഷേ ആ സംഘടനയുടെ ആ ഒരു കോൺഫറൻസിൻ്റെ സമ്മേളനത്തിൻ്റെ ഉദ്ദേശം ഇതാണ്: കർണാടകത്തിൽ സംസാരിക്കുന്ന കന്നഡയ്ക്ക് വളരെ വലിയ തോതിലെ പ്രാദേശികമായ ഭിന്നതകളുണ്ട്. ഇപ്പം മൈസൂർ ഭാഗത്തെ കന്നഡയും ബെൽഗാം ഭാഗത്തെ കന്നഡയും തമ്മിൽ ഏതാണ്ട് അസ്സാമി മൂറിയൻ തമ്മിലുള്ളത്ര തന്നെ വ്യത്യാസമുണ്ട്. അതേപോലെ കിഴക്കൻ ജില്ലകളായ ചിത്രദുർഗ അല്ലെങ്കിൽ ബെള്ളാരിയിൽ സംസാരിക്കുന്ന കന്നഡയും നമ്മുടെ തീരദേശത്തെ മംഗലാപുരം, ഉടുപ്പി ഭാഗത്തെ കന്നഡയും തമ്മിലും ഒരു ബംഗാളി മൈഥിലി തമ്മിലൊക്കെയുള്ള അത്ര തന്നെ വ്യത്യാസമുണ്ട്. ഈ എല്ലാ പ്രദേശത്തെ കന്നഡക്കാർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു അച്ചടി ഭാഷ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതായിരുന്നു ഈ കോൺഫറൻസിൻ്റെ അജണ്ട. അത് വലിയൊരു വിജയമായതുകൊണ്ട് തന്നെ 1908 വെങ്കട്ടറാവു ഒന്നും കൂടി ഈ കോൺഫറൻസ് വിളിച്ചു കൂട്ടുന്നുണ്ട്. ഇത് അവസാനം ചെന്ന് കലാശിക്കുന്നത് 1916 ഏകീകരണ സഭ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയിലാണ്. ഏകീകരണ സഭ എന്ന് പറഞ്ഞാൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ കർണാടകത്തെ രൂപീകരിക്കണം. കന്നഡ സംസാരിക്കുന്ന എല്ലാ പ്രദേശങ്ങളെയും ഒറ്റ അഡ്മിനിസ്ട്രേറ്റീവ് ഘടകത്തിന് കീഴിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു. അത് പുതിയൊരു ആവശ്യമല്ല. ആവശ്യം 1903 തന്നെ ഒരാൾ ഉന്നയിക്കുന്നുണ്ട്. ഒരു ബെനഗൽ രാമറാവ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആദ്യത്തെ കരട് എഴുതി ഉണ്ടാക്കിയ ബെനഗൽ നരസിംഹറാവുവിൻ്റെ ചേട്ടൻ. 1906 ഒരു SS എത്ലൂർ എന്ന് പറയുന്ന ഒരാൾ ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് 1915 മൈസൂർ ഭരണകൂടം
അന്നത്തെ രാജാവ്, അതായത് കൃഷ്ണരാജ ഒഡേയർ നാലാമൻ, ഒരു കർണാടക സാഹിത്യ പരിഷത്ത് എന്ന് പറഞ്ഞൊരു സംഘടന സ്ഥാപിക്കുന്നു. അത് ഇന്നുമുണ്ട്. ഇന്നതിൻ്റെ പേര് കന്നഡ സാഹിത്യ പരിഷത്ത് എന്നാണ്. കേരളത്തിലെ സാഹിത്യ അക്കാദമി ഉള്ള പോലെ കർണാടകത്തിൽ സാഹിത്യ പരിഷത്താണ്. എല്ലാ വർഷവും അന്ന് മുതൽക്ക് ഇന്ന് വരെ ഏതെങ്കിലും ഒരു നഗരത്തിൽ വെച്ച് ഒരു വാർഷിക സമ്മേളനം ഇവർ നടത്താറുണ്ട്. ആ സമ്മേളനത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കുചേരുന്നു, പ്രഭാഷണങ്ങൾ നടത്തുന്നു, കവിത ചൊല്ലുന്നു. ആദ്യകാലത്തെ ഈ സമ്മേളനത്തിൻ്റെ പ്രൊസീഡിങ്സ് ഒക്കെ എടുത്തു വായിച്ചു നോക്കുമ്പോൾ അവിടെ സ്ഥിരം കാണുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത്, ഇതിൽ പങ്കെടുക്കുന്നത് അന്ന് എഴുത്തുകാരും ചെറിയ അച്ചുകൂടത്തിൻ്റെ മുതലാളികളും ഒക്കെയാണ്. ഇവർക്കിടയിലെ ആശങ്ക അവിടെ കാണുന്നത് കന്നഡയിൽ അച്ചടിക്കുന്ന പുസ്തകങ്ങളും ആനുകാലികങ്ങളും വിറ്റുപോകുന്നില്ല എന്നുള്ളതാണ്. അവിടെ മറ്റു പല ചർച്ചകൾ നടക്കുന്നുണ്ട്, തർക്കങ്ങളുണ്ട്. ഉദാഹരണത്തിന് കന്നഡ ഭാഷയ്ക്ക് എത്ര പഴക്കമുണ്ട്? 2000 വർഷമേ ഉള്ളൂ, അതോ 1600 ആണോ? അതോ ഈ പറഞ്ഞ പോലെ കവിരാജമാർഗ എന്ന് പറയുന്ന ഗ്രന്ഥമാണോ കന്നഡത്തിലെ ആദ്യത്തെ ഗ്രന്ഥം? അതോ അതിനു മുമ്പ് എഴുതിയ ഗ്രന്ഥങ്ങൾ കിട്ടാതെ പോയതാണോ? ഇതൊക്കെ ചൂടുപിടിച്ച തർക്കങ്ങൾക്ക് വിധേയമാവുന്നുണ്ട്. അത് പലപ്പോഴും തമ്മിത്തല്ലിൻ്റെയൊക്കെ അടുത്തെത്തുന്നുണ്ട്. അതിനുശേഷം അവർ തമ്മിൽ രമ്യതയിലായി, തിരിച്ചുപോയി, രമ്യതയിലാവാതെ പോയി, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു സാമുദായിക തലത്തിൽ അവിടെ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നത് പുസ്തകങ്ങളും ആനുകാലികങ്ങളും വിറ്റുപോകുന്നില്ല എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ഈ പുസ്തകങ്ങൾ വിറ്റുപോകേണ്ടത് എന്നുള്ളത് ഒരു ചർച്ചയ്ക്ക് വിഷയമാകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരുപക്ഷെ ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവുണ്ടാവില്ല. ഇങ്ങനെ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന പുസ്തകം അല്ലെങ്കിൽ ഇന്ന ആനുകാലികം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് അവർക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കാം നമുക്കൊരു ബോധവൽക്കരണം നടത്താൻ സാധിക്കുക? ചിലപ്പോൾ ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ താല്പര്യം ഉണ്ടാക്കിയെടുക്കാം? വിദ്യാഭ്യാസം, സാക്ഷരത കുറഞ്ഞതായിരിക്കാം ഇതിനൊരു കാരണം. അങ്ങനെയാണെങ്കിൽ സ്കൂളുകളുടെ എണ്ണം എങ്ങനെ വർദ്ധിപ്പിക്കാം? ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വ്യാപകമായിട്ട് അവിടെ ചർച്ചയ്ക്ക് വിധേയമാവുന്നുണ്ട്. അതേപോലെ തൊഴിൽ മേഖലയും ഞാൻ നേരത്തെ പറഞ്ഞു. ആലൂർ നമ്മുടെ ഡെപ്യൂട്ടി ചെന്നബസപ്പയുടെ കാര്യം, അദ്ദേഹം സ്കൂൾ സ്ഥാപിക്കുമ്പോൾ അതിലൂടെ സാക്ഷരത വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത്, അതിലൂടെ തൊഴിൽ സാധ്യതകളും വർദ്ധിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടുകൂടി നമ്മൾ ഇതിൽ ശ്രദ്ധ ചെലുത്തണം എന്നാണ് പറയുന്നത്. ഇതേ തരത്തിലെ വാദങ്ങൾ 1890-കളാവുമ്പോഴേക്കും മൈസൂർ ഭാഗത്തും കേട്ടു തുടങ്ങുന്നുണ്ട്. മലയാളി മെമ്മോറിയലിൻ്റെ പരിചയമുള്ള ആൾക്കാർക്ക് പറയുന്നത് വളരെ വ്യക്തമാവും. അവിടുത്തെ പത്രങ്ങൾ നിരന്തരമായിട്ടും മൈസൂർ ഭരണകൂടത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. മൈസൂർ ഭരണകൂടത്തിൻ്റെ കീഴിൽ ദിവാൻ തുടങ്ങി ഓഫീസിലെ ക്ലാർക്ക്, ഗുമാസ്തന്മാർ വരെയുള്ള എല്ലാ തസ്തികകളിലും തമിഴ് ബ്രാഹ്മണന്മാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ കന്നഡക്കാരെ, ലോക്കൽസിനെ അവർ അവഗണിക്കുന്നുണ്ട്. ഇത് ഇനി അധികകാലം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ഒരു വാദം അവർ ഉന്നയിക്കുന്നുണ്ട്. വീണ്ടും ഇതിനെപ്പറ്റി ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. അതിനാവശ്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് ഈ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് കൃഷ്ണരാജ ഒഡേയർ നാലാമൻ്റെ കാലമാകുമ്പോഴേക്കും ഒരു നയത്തിൽ മാറ്റം ഉണ്ടാവുന്നതും പിന്നീടാണ് വിശ്വേശ്വരയ്യയും മിർസ ഇസ്മായിലും ഒക്കെ അവിടെ ദിവാനാവുന്നത്. അതിനു മുമ്പത്തെ ദിവാൻമാർ മുഴുവനും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരായിരുന്നു, തമിഴ് ബ്രാഹ്മണരായിരുന്നു. പക്ഷേ ഈ ഭാഷയും ഈ തൊഴിലും തമ്മിലുള്ള ഈ ബന്ധം, ഈ രണ്ട് ഉദാഹരണങ്ങളും സർക്കാർ ഉദാഹരണങ്ങളാണ് ഞാനിപ്പോൾ നൽകിയത്. അതായത് സ്കൂൾ വിദ്യാഭ്യാസവും പിന്നെ മൈസൂരിലെ വിദ്യാഭ്യാസവും. പക്ഷേ സ്വകാര്യ മേഖലയ്ക്കും ഇത് ബാധകമായിരുന്നു എന്നുള്ളതാണ് രസകരമായ ഒരു സവിശേഷത. ഇപ്പോൾ 1840-കളും 50-കളൊക്കെ ആകുമ്പോഴേക്കും സിന്ധ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരു സിന്ധി നാടക കമ്പനികൾ വ്യാപകമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. നാടക ട്രൂപ്പുകളാണ്, അതിനെ അന്ന് നാടക കമ്പനി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ സിന്ധി നാടക കമ്പനിയുടെ പ്രേരണ ഉൾക്കൊണ്ട് പല മറാഠി നാടക കമ്പനികളും ആ ഇടയ്ക്ക് സ്ഥാപിക്കുകയുണ്ടായി. 60-കളൊക്കെ ആകുമ്പോഴേക്കും സ്ഥാപിക്കുന്നുണ്ട്. വടക്കേ കർണാടകയിലെമ്പാടും നാടകം നടക്കുന്നത് മറാഠിയിലാണ്. കാരണം ഈ കമ്പനികളാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇതിന് സ്റ്റേറ്റ് ഒരു തടസ്സമല്ല. ഇതിന് കൊളോണിയൽ സ്റ്റേറ്റോ അല്ലെങ്കിൽ ബോംബെ പ്രസിഡൻസിയുടെ നയങ്ങളൊന്നും തടസ്സമല്ല. അപ്പോൾ ഈ സ്കൂളിൽ തൊഴിൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഗവൺമെൻറ് തൊഴിൽ കിട്ടുന്നില്ല എന്നുള്ളതിൽ മാത്രമേ നമുക്ക് സർക്കാരിനെ അധിക്ഷേപിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾക്കുള്ളിൽ തന്നെ, അതായത് കന്നഡ സംസാരിക്കുന്ന ജനങ്ങൾക്കുള്ളിൽ തന്നെയുള്ള എന്തോ ഒരു പോരായ്മയാണ്. അപ്പം നമ്മൾക്കുള്ളിൽ ഒരു പക്ഷേ ഈ ഒരു ഓൺട്രപ്രന്യൂറൽ സ്പിരിറ്റ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലെ ചർച്ചകളൊക്കെ 1890-കളാകുമ്പോഴേക്കും തുടങ്ങുന്നുണ്ട്. 1900 ആകുമ്പോഴേക്കും ആദ്യത്തെ കന്നഡ നാടക കമ്പനി വരുന്നുണ്ട്. കൊണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. കൊണ്ണൂർ കമ്പനി എന്നാണ് അറിയപ്പെടുന്നത്. 1991 ശിരഹട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് മറ്റൊരു നാടക കമ്പനി വരുന്നു. പിന്നീട് ഒരു 10-15 വർഷത്തിനിടയ്ക്ക് എല്ലാ പ്രദേശങ്ങളിലും കന്നഡയിൽ ഇതുപോലെ നാടക കമ്പനികൾ വരികയാണ്. ഒരു വാമൻറാവ് മാസ്റ്റർ, ഒരു ഗുപ്പി വീരണ്ണ, ഗരുഡ സദാശിവറാവ്, ഇവരൊക്കെ ഈ ആശയം മുമ്പോട്ട് വെച്ച് നാടക കമ്പനികൾ തുടങ്ങുന്നുണ്ട്. ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ 25 പേർക്ക് തൊഴിൽ എന്നുള്ള ഒരു കണക്കാണ്. ചുരുങ്ങിയത് 25 പേർക്കെങ്കിലും തൊഴിൽ കിട്ടുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ തൊഴിലുമായിട്ടും ഈ അച്ചടി വ്യവസായം, പുസ്തകം വിൽപ്പന, ഇങ്ങനെയുള്ള മേഖലകളുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു ഈ ആദ്യകാലത്തെ ഭാഷയ്ക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എത്ര സമയമുണ്ട് ഇനി? സംസാരിക്കാം.
അല്ല തുടങ്ങിയാൽ നിർത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിർത്താറാവുമ്പോൾ ഒന്ന് പറയണം കേട്ടോ. ഈ അതെ അതെ അല്ല, ഈ ചരിത്രകാരന്മാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് മിനിറ്റുകളെ പറ്റിയും അവറുകളെ പറ്റിയും മണിക്കൂറുകളെ പറ്റിയും ഒന്നൊരു ധാരണ ഉണ്ടാവില്ല. ഈ നൂറ്റാണ്ടുകളിലാണല്ലോ ചിന്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. ഈ പറഞ്ഞ ഈ സാമ്പത്തിക വശം, ഭാഷയ്ക്ക് ഉണ്ടായിരുന്ന സാമ്പത്തിക വശം പിൽക്കാലത്ത്, അതായത് 1930കളും 40കളും ഒക്കെ ആവുമ്പോഴേക്ക് ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം എന്ന വിഷയത്തിലും സജീവമായിട്ട് കണ്ടു തുടങ്ങുന്നുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നിങ്ങൾ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷന്റെ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ മതി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ 1956 സമർപ്പിച്ച ഒരു റിപ്പോർട്ട്, അതനുസരിച്ച് നവംബർ 1 കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു. ഇതിനെന്താണ് അടിസ്ഥാനം? ഭാഷയാണ് അടിസ്ഥാനം എന്നാണ് പറയുന്നത്. റിപ്പോർട്ട് എടുത്ത് വായിക്കുമ്പോൾ അങ്ങനെയല്ല കാണുന്നത്. ഒരു ഉദാഹരണം പറയാം. കർണാടകത്തിലെ ഒരു ജില്ലയാണ് കോലാർ. കോലാർ ജില്ലയിൽ കന്നഡ സംസാരിക്കുന്നവരുണ്ട്, തമിഴ് സംസാരിക്കുന്നവരുണ്ട്. പക്ഷെ അവിടുത്തെ ജനങ്ങൾ ബഹുഭൂരിഭാഗവും തെലുങ്ക് സംസാരിക്കുന്നവരാണ്. അപ്പോൾ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു ഈ പ്രദേശം ന്യായമായിട്ടും ആന്ധ്രയുടെ ഭാഗമാവണം. പക്ഷെ അത് ശരിയല്ല. കാരണം കോലാർ ഗോൾഡ് മൈൻസ് ഇവിടെയാണ് നിലകൊള്ളുന്നത്. ഈ കോലാർ ഗോൾഡ് മൈൻസിൽ, ഈ സ്വർണ്ണഖനികളിൽ 19ാം നൂറ്റാണ്ട് തുടങ്ങി തന്നെ മൈസൂർ ഭരണകൂടം വലിയ തോതിൽ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനെ വികസിപ്പിച്ച് കൊണ്ടുവന്നത് മൈസൂർ ഭരണകൂടമാണ്. അതുകൊണ്ട് കോലാറിനെ നമുക്ക് തൽക്കാലം ആന്ധ്രയ്ക്ക് കൊടുക്കണ്ട, കർണാടകയ്ക്ക് തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയുള്ള ചർച്ചകളാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ റിപ്പോർട്ടിൽ മുഴുവനും കാണുന്നത്. ഭാഷ എന്നുള്ളൊരു മറ മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പ്രദേശത്ത് റെയിൽവേ തീവണ്ടി വികസനം ഉണ്ടായിട്ടില്ല, റെയിൽവേ ലൈനുകളില്ല. അതുകൊണ്ട് ആ പ്രദേശം തീവണ്ടി വികസിക്കാത്ത മറ്റൊരു പ്രദേശത്തിൻ്റെ കൂടെ യോജിപ്പിക്കാതിരിക്കുക, തീവണ്ടിയുള്ള ഒരു പ്രദേശത്തിൻ്റെ കൂടെ അതിനെ ചേർക്കുക. എന്നാൽ മാത്രമേ അവിടെയും വികസനം ഉണ്ടാവുള്ളൂ. ഇന്ന പ്രദേശത്ത് ഒരു പ്രത്യേക ഒരു ഡാം ഉണ്ട്. ആ ഡാമിൻ്റെ ബെനിഫിഷ്യറീസ് ആയ ആൾക്കാർ ഒരു പ്രദേശത്തായതുകൊണ്ട് ആ ഡാം അവിടെ സംസാരിക്കുന്ന ഭാഷ മറ്റൊന്നാണെങ്കിൽ കൂടിയും അതിനെ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. ഇങ്ങനെ ഒരു 1940കളൊക്കെ ആകുമ്പോഴേക്കും ഈ ചർച്ച, ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണ ചർച്ചയും ആസൂത്രണം എന്നുള്ള ഒരു ആശയം തമ്മിൽ ഒരു കൺവെർജൻസ് ഉണ്ടാവുന്നുണ്ട്. അത് മാത്രമല്ല, സ്വാതന്ത്ര്യമൊക്കെ കിട്ടുമ്പോഴേക്കും അതുവരെ ഈ എല്ലാ ഭാഗങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടൊരു സംസ്ഥാനം രൂപീകരിക്കണം എന്ന് വാദിച്ചിരുന്നവർ തന്നെ മറിച്ച് സംസാരിച്ച് തുടങ്ങുന്നു. കർണാടകത്തിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, വടക്ക് കിഴക്കൻ കർണാടക അന്ന് നിസാമിൻ്റെ ഭരണ കീഴിലായിരുന്നു. അപ്പോൾ ആ പ്രദേശത്ത് താരതമ്യേന വികസനം കുറവായിരുന്നു. സ്കൂളുകൾ കുറവാണ്, ആശുപത്രികൾ കുറവാണ്, റോഡുകളില്ല, പാലങ്ങളില്ല, തീവണ്ടിപ്പാളമില്ല. ആ പ്രദേശത്തെയൊക്കെ ഏകോപിപ്പിക്കണം, അവിടെയും സ്കൂൾ തുടങ്ങണം എന്നൊക്കെയാണ് 1910കളിലും 20കളിലും ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരുന്നത്. 47 ആവാറാവുമ്പോഴേക്കും മൈസൂരിലുള്ള ബുദ്ധിജീവികൾ പറഞ്ഞു തുടങ്ങിയത്, അവിടുന്ന് നമുക്ക് പിരിച്ചെടുക്കാവുന്ന കരത്തിൻ്റെ ഒരു 20 ഇരട്ടിയെങ്കിലും ചെലവാക്കിയാലേ അവിടെ വികസിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ പ്രദേശത്തെ നമ്മുടെ പ്രദേശവുമായിട്ട് യോജിപ്പിക്കണോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഞാൻ ചർച്ച ചെയ്യുന്നില്ല കേട്ടോ. പറഞ്ഞ ഫസ്റ്റ് അലി കമ്മീഷൻ രൂപീകരണം, അതിനും ഒരു JVP കമ്മിറ്റി ഉണ്ടായിരുന്നു, ധർ കമ്മീഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് മറ്റൊരു ചരിത്രമുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു സംസ്ഥാനം രൂപീകരിക്കുന്നുണ്ട്. അത് ഒറീസയാണ്. 1936 തന്നെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒറീസ സംസ്ഥാനം രൂപീകരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷവും 52 ആന്ധ്രാപ്രദേശ് സംസ്ഥാനം അങ്ങനെയാണ് രൂപീകരിക്കുന്നത്. അതിൻ്റെയൊക്കെ ചരിത്രം മറ്റിടത്ത് അവൈലബിൾ ആണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൽ ഈ കഥ പറയുമ്പോൾ നമ്മൾ മിക്കവാറും വിട്ടുപോകുന്നത് ഈ ഒരു സാമ്പത്തിക വശവും, അതായത് ആദ്യകാലത്ത് കുറച്ച് വളരെ സങ്കുചിതമായ ഒരു സാമ്പത്തിക വശമായിരുന്നു അതിനുണ്ടായിരുന്നത്. തൊഴിൽ, പിന്നെ ഈ പറഞ്ഞ പുസ്തകങ്ങളിലും മറ്റും വിറ്റുപോകുക, അതായത് ഉപജീവനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ അത് കുറേ കൂടെ റീഫൈ ചെയ്യപ്പെട്ട് 40കളൊക്കെ ആകുമ്പോഴേക്കും ഇത് മറ്റൊരു പ്രശ്നമായി മാറി, ആസൂത്രണവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കൂടിയായി മാറി. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാന രൂപീകരണം, ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം വാസ്തവത്തിൽ ഭാഷയുടെ അടിസ്ഥാനത്തിലായിരുന്നോ എന്ന് ചോദിക്കേണ്ട ഒരു അനിവാര്യതയുണ്ട്. അത് ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷന് പോലും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് 1956 ഗുജറാത്തും മഹാരാഷ്ട്രയും തമ്മിൽ വേർതിരിക്കാതിരുന്നത്. ആ ഒറ്റ സംസ്ഥാനമായിരുന്നു. പിന്നെ ഗുജറാത്ത് മഹാരാഷ്ട്രയും വേർതിരിയുന്നത് 1960ലാണ്. അത് വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു മഹാഗുജറാത്ത് ആന്തോലനമൊക്കെ അങ്ങനെ ഉണ്ടായി വരുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഭാഷകളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടെന്നും ആ രാഷ്ട്രീയത്തിന് അതത് കാലത്തെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടെന്നുമാണ് ഞാൻ പറയാൻ ശ്രമിച്ചതിൻ്റെ ഒരു രത്ന ചുരുക്കം. നമസ്കാരം. ചോദ്യോത്തരങ്ങളുണ്ടോ? ആവാം, വിരോധമില്ല. ചോദ്യം ചോദിച്ചു തുടങ്ങാം. ചോദ്യം ചോദിക്കണം.
ഒരു കാര്യം ചെയ്യാം, അധ്യക്ഷൻ എന്നുള്ളതിൽ ഞാൻ ചോദിച്ചു വളരെ നല്ല പ്രഭാഷണമായിരുന്നു മനസ്സിലാക്കി തുടങ്ങിയ ഭാഷയുടെ അപ്പൊ ആ പ്രഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി എല്ലാവർക്കും കേൾക്കാമോ? ഇല്ല, ഒരു മൈക്ക് കൊടുക്കാമോ? അവിടെ പോയ സാറിനെ ഒന്ന് കാണുകയും ചെയ്യും. കുഴപ്പമില്ല, നല്ലൊരു മുഖശ്ശേരി ഒന്ന് കാണും. വളരെ മനോഹരമായ പ്രഭാഷണമായിരുന്നു. ഈ ഭാഷയുടെ രാഷ്ട്രീയത്തിന്റെ ചരിത്രമെന്ന ഈ പ്രഭാഷണം കേട്ടപ്പോൾ ഇന്ത്യയുടെ ഭാഷയുടെ വൈരുദ്ധ്യവും ആ ഭാഷയുടെ വൈരുദ്ധ്യത്തിന്റെ സഞ്ചാരവും ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണമൊക്കെ പറഞ്ഞ് 19-ാം നൂറ്റാണ്ടിൽ നിന്നും 20-ാം നൂറ്റാണ്ടിൽ നിന്നും 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തുന്ന സമയത്ത് തിരിച്ചാ പോയത്. വളരെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രം എത്തിച്ചേരുന്നു. ഒരു അതീശത്വ ഭരണകൂടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഒരു ഭാഷ ഒരു രാഷ്ട്രം എന്ന ആശയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യുന്നത്. അത് അക്ഷയ് മുകുൾ തന്റെ ഇതേ പ്രസ്ഥാനത്തേക്ക് മേക്കിംഗ് ഓഫ് ഹിന്ദു ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി പറയുന്നു. ഭാഷയെ ഇത്ര ആധികാരികമായി പറഞ്ഞ സാറ് എങ്ങനെയാണ് ഈ ബഹുസ്വരത നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഏക ഭാഷ എന്ന അതീശത്വ സംസ്കാരത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നതിന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അത് ഈ പറഞ്ഞ പോലെ ടാഗോറിന്റെ കാലത്തോ അല്ലെങ്കിൽ രാജേന്ദ്രലാൽ മിത്രയുടെ കാലത്തോ ഒരു ആശയം എന്ന നിലയ്ക്ക് തന്നെ അത് അവതരിപ്പിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ അതിന് ഒരു കൃത്യമായ ഒരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. ആ പൊളിറ്റിക്സിന്റെ പിന്നിൽ ഒരു സമ്പദ് വ്യവസ്ഥയും ഉണ്ടായിരുന്നു. പുസ്തകങ്ങൾ, അച്ചുകൂടങ്ങൾ, വായനശാലകൾ വികസിക്കുക, സ്കൂളുകൾ വികസിക്കുക, അതിലൂടെ പാഠപുസ്തകങ്ങൾ വിറ്റുപോരുക. പക്ഷെ ആ ഒരു സാഹചര്യമല്ല ഇന്ന് നമ്മൾ കാണുന്നത്. ഇന്ന് കാണുന്നതിൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥയെ പറ്റിയിട്ട് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അങ്ങനെ ഒരു സമ്പദ് വ്യവസ്ഥ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. കാരണം പ്രത്യേകിച്ച് ഒരു രാജ്യത്ത് ഒരു ഭാഷയെ പാടുള്ളൂ, ഒരു മതമേ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു നിയമത്തിൻ്റെ ചട്ടക്കൂടെ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ വാസ്തവത്തിൽ ഒരു സമ്പദ് വ്യവസ്ഥ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് തരമാണ് എന്ന് ചിലപ്പോൾ ഉണ്ടാവാൻ, ഞാൻ ആലോചിക്കാത്തതാവാം. പക്ഷെ വളരെ ഡയബോളിക്കായ ഒരു ഡെവലപ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇൻഫാക്റ്റ് കഴിഞ്ഞിടെ ഒരു അഭിമുഖത്തിൽ ഒരാൾ എന്നോട് ചോദിച്ചൊരു കാര്യം, ഒരു ആഴ്ചപ്പതിപ്പിൽ വന്നതാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇപ്പോൾ ഈ ഇന്ത്യയുടെ പേര് മാറ്റി ഭാരത് എന്നാക്കണം എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അത് ഒരു കുഴപ്പമുള്ളൊരു സംഗതിയല്ലേ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ത്യ എന്ന് പറയുന്നത് അത്ര തന്നെ കുഴപ്പമുള്ളതാണ്. കാരണം ഇന്ത്യ പല കാലഘട്ടത്തിൽ പല പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യ എന്നും ഹിന്ദുസ്ഥാൻ എന്നും ഭാരത് എന്നും, ഇന്ത്യയുടെ പുറത്തും ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നത്, ഇന്ത്യ എന്നും ധെൻഷു എന്നും ഒക്കെ പല പേരുകളിൽ അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 140 കോടിയോളം ആളുകളുള്ള ഒരു രാജ്യത്ത് ഒരു ഭാഷയെ പാടുള്ളൂ, ആ രാജ്യത്തിന് ഒരു പേരേ പാടുള്ളൂ എന്നൊക്കെ പറയുന്നതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നതല്ല. അപ്പോൾ അത് പ്രശ്നമുള്ളൊരു വിഷയം തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമേ തന്നെ അഭിനന്ദനം നേരുകയാണ്. വളരെ നർമ്മമായിട്ട് വളരെ നന്നായിട്ട് ഭാഷകളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തെക്കുറിച്ച് സാർ സംസാരിച്ചു. എൻ്റെ ഒരു അറിയാൻ വേണ്ടിയുള്ള കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന്, ഈ നമ്മൾ പല റെയിൽവേ സ്റ്റേഷനിൽ പല സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അവിടെ ടെൻറ്റ് പോലെ അല്ലെങ്കിൽ ടാർപ്പയൊക്കെ കെട്ടി പല ആളുകൾ താമസിക്കാറുണ്ട്. അവരുടെ ഒരു ഭാഷ, അത് ചിലപ്പോൾ കേരളത്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ പറയാൻ സാധിക്കും? ഒന്ന്. രണ്ട്, ഈ തമിഴ് ബ്രാഹ്മിൺസ് അവർക്ക് എങ്ങനെയാണ് കൂടുതലൊരു ഡോമിനേഷൻ കിട്ടുന്ന തരത്തിലുള്ള ഒരു ഭാഷാപരമായ, അല്ലെങ്കിൽ തമിഴിൽ നിന്ന് ഒരുപക്ഷെ ഇപ്പോൾ 2 സംസ്ഥാനം, ഇപ്പോൾ കന്നഡ മൈസൂർ പറയുന്നു, കേരളം പറയുന്നു, എഴുന്നൂറിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർക്ക് ആ ഒരു ഡോമിനേഷനിലേക്ക് നയിച്ച, ഇപ്പോൾ ബംഗാൾ പോലെ എന്തെങ്കിലും ഘടകങ്ങൾ കൂടുതൽ സ്വാധീനിച്ചു? ഈ 2 കാര്യങ്ങളും ഒന്ന് അറിയില്ല. ആദ്യത്തെ ചോദ്യം, ഇത് ഈ ടെന്റുകൾ പോലെ കെട്ടിക്കിടക്കുന്ന അങ്ങനത്തെ ജനവിഭാഗം എനിക്ക് പരിചയമുള്ളത് ലംബാണി ജനവിഭാഗമാണ്. കേരളത്തിൽ ലംബാണികൾ ഉണ്ടോ എന്നറിയില്ല. കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെ വ്യാപകമായിട്ടുണ്ട്. അവർ സംസാരിക്കുന്ന ലംബാണി ഭാഷ തന്നെയുണ്ട്. അവരെ ബഞ്ചാര എന്നും വിളിക്കാറുണ്ട്. ഇവർ ഏതാണ്ട് മുഗൾ കാലഘട്ടത്തിലോ അതിനേക്കാൾ കുറച്ചു മുമ്പ് സൽത്തനത്ത് കാലഘട്ടത്തിലോ വ്യാപാരികളായിട്ട് ഇന്ത്യയിൽ വന്നതാണ്. രാജസ്ഥാനിൽ നിന്ന് തെക്കൻ ഇന്ത്യയിലേക്ക് വന്നതാണ്. ഇന്ത്യയുടെ പല ഭാഗത്തും ഇന്ന് അവർ താമസിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഭാഷ സംസാരിക്കുന്നവർ മാത്രമേ ഈ ടെന്റുകളിലുള്ള
ഉള്ളൂ അതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ ധാരണയില്ല. പക്ഷെ നല്ലൊരു ജനവിഭാഗം ലംബാണികളാണ്. കർണാടകത്തിൽ തന്നെ ലംബാണി സംസാരിക്കുന്നവരുടെ എണ്ണം 10 ലക്ഷമാണ്. അതിൽ ചുരുങ്ങിയത് 2 ലക്ഷം പേരെങ്കിലും ഇപ്പോഴും ഈ ടെൻറ്റുകളിലായിട്ടാണ് താമസിക്കുന്നത്. അവർ സാധനങ്ങൾ കൊണ്ട് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പോയി അവിടെ തമ്പടിച്ച് കുറേ കാലം നിൽക്കുന്നു. കുറേ കാലം എന്ന് വെച്ചാൽ 2 ആഴ്ച 3 ആഴ്ച, ചിലപ്പോൾ 2-3 മാസങ്ങൾ, പിന്നെ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനത്തെ ഒരു ജീവിത രീതിയാണ് അവർക്കുള്ളത്. പിന്നെ ഈ തമിഴ് ബ്രാഹ്മണർക്ക് ഈ ഒരു പ്രാധാന്യം വന്നു കൂടിയത് എങ്ങനെയാണെന്നുള്ളത് ഇത് തന്നെയാണ് നമ്മൾ ബംഗാളിലും കാണുന്നത്. ബംഗാളിലും ഒരു പരിധിവരെ അസമിലും ഒക്കെ അവിടുത്തെ ബ്രാഹ്മണന്മാർക്കാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. മഹാരാഷ്ട്രത്തിലും അതെ. ഇതിനുള്ള ഒരു കാരണം, ഒന്നാമത് ഈ പ്രദേശങ്ങൾ വളരെ ആദ്യകാലത്ത് തന്നെ ഈ മേഖലയിലേക്ക്, അതായത് ഈ അച്ചടി എന്ന മേഖലയിലേക്കും പിന്നെ കൊളോണിയൽ ഭരണത്തിൻ്റെ ഭാഗമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവിടെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഒരു നയം അനുസരിച്ച് ഇന്ന ഭാഷയിൽ തന്നെ, അതായത് പ്രദേശത്തെ മാതൃഭാഷയിൽ തന്നെ വിദ്യാഭ്യാസം വേണം എന്നവരാവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം, ഈ കാലഘട്ടത്തിൽ ഈ എഴുത്തും വായനയും എന്നതിൻ്റെ ഒരു മൊണോപ്പൊളി ഉണ്ടായിരുന്നത് കുറച്ച് ജാതികൾക്ക് മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് അറിയില്ല എന്നല്ല, പക്ഷെ അവരത് മൊണോപ്പൊളൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബ്രാഹ്മണര്, ഇത് പറഞ്ഞ പോലെ കായസ്ഥ, കരണ എന്നൊക്കെ പറഞ്ഞ് പല ജാതികളിൽപ്പെട്ട ഈ സ്ക്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇവർക്കിടയിലായിരുന്നു അത് കൂടുതൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരത് വളരെ പെട്ടെന്ന് കോപ്റ്റ് ചെയ്യാനൊക്കെ സാധിച്ചു. ഇപ്പോൾ ഗണേശ മാഷിൻ്റെ ടീച്ചറായിരുന്ന ചെമ്പകലക്ഷ്മിയുടെ മുത്തച്ഛൻ, അവരുടെ കാലത്ത് തന്നെ അദ്ദേഹം IIT മദ്രാസിൻ്റെ ഗവർണിംഗ് കൗൺസിൽ അംഗമായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് 20-ാം നൂറ്റാണ്ടാണ്. അതിനും എത്രയോ മുമ്പ് അങ്ങനൊരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷെ പലയിടത്തും അത് പറ്റില്ല. കാരണം ഈ അയിത്തമൊക്കെ കാര്യമായിട്ടുള്ള പ്രദേശങ്ങളിൽ അത് സാധ്യമല്ല. കേരളം അതിന് നല്ലൊരു ഉദാഹരണമാണ്. കേരളത്തിൽ പല നമ്പൂതിരി കുടുംബങ്ങളിലും 1950-ന് ശേഷമാണ് സ്കൂളിൽ പോയി തുടങ്ങിയത്. അതിനുമുമ്പ് സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ടാവാം, കോളേജിൽ പോയി തുടങ്ങിയത് അതിന് ശേഷമാണ്. എൻ്റെ ഗുരുനാഥനായ കേശവൻ വെളുത്താട്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് ഗ്രാജുവേറ്റ് ആവുന്നത്. ആദ്യമായിട്ട് 10ാം ക്ലാസ് പാസ്സാവുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വലിയ പണ്ഡിതനൊക്കെ ആയിരുന്നു, പക്ഷെ സ്കൂളിൽ പോയിട്ടില്ല. പക്ഷെ ചില പ്രദേശങ്ങളിൽ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട്, ഇങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവായ കാരണങ്ങൾ കൊണ്ടും ചില കമ്മ്യൂണിറ്റീസിന് ഇങ്ങനെ ദീർഘമായ ഒരു എഴുത്തും വായനയുടെ ഒരു പാരമ്പര്യം ഉള്ള കൊണ്ടും അവർ മുന്നേറിപ്പോയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പ്രഭാഷണത്തിന്റെ കുറെ ഭാഗങ്ങൾ കേൾക്കാൻ പറ്റിയുള്ളൂ, പകുതിയായിരുന്നു. ഇപ്പം സാറ് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു പോയിന്റ്, ഓരോ ചരിത്ര ഘട്ടത്തിലെയും കാലഘട്ടത്തിലെയും ഭരണകൂടങ്ങളുടെ രാഷ്ട്രീയ സ്വഭാവങ്ങൾക്കനുസരിച്ച് ഭാഷയെ രൂപപ്പെടുത്തുന്നതിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പം ഒരു ഭാഷയ്ക്കകത്ത് തന്നെ ഇപ്പം ഒരുപാട് ഡയലക്റ്റ് അല്ലെങ്കിൽ ഭാഷാ ഭേദങ്ങൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ഈ ഭാഷാസൂത്രണം എന്ന് പറയുന്നത് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പലപ്പോഴും ഭരണകൂടമോ അതിന് താഴെ വരുന്ന ബ്യൂറോക്രസിയോ അല്ലെങ്കിൽ ഒരു ഉന്നത സമിതിയോ ഒക്കെ ആയിരിക്കുമല്ലോ. അത് ഭരണകൂടത്തിന്റെ ഇടപെടൽ എന്തായാലും അതിനകത്തുണ്ടാകും. അപ്പോൾ ഈ ഭാഷാസൂത്രണങ്ങൾക്കുള്ളിൽ തന്നെയും അതിൻ്റെ നയങ്ങൾ, അതിൻ്റെ പലതരത്തിലുള്ള അതിൻ്റെ തീരുമാനങ്ങൾ, അതിനകത്ത് ഈ ബഹുസ്വരമായ ഭാഷണ വിഭാഗങ്ങളിൽ പലതിനെയും നിരാകരിക്കുകയും അതിൽ ഏറ്റവും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ചിലത് മാത്രം കയറി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഇല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് തന്നെ ക്ലാസ്, റേസ് എന്ന് പറയുന്നത് ഭാഷാസൂത്രണത്തെയും ബാധിക്കുന്ന ഒരു സംഗതിയല്ലേ? അതിനെ ഈ ചരിത്ര സാഹചര്യങ്ങളിൽ അതിനെ സാറിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ അതിനെന്തെങ്കിലും മാറ്റം എവിടെയെങ്കിലും ഉള്ളതായിട്ട് കാണുന്നുണ്ടോ? അതോ അങ്ങനെ തന്നെയാണോ പോകുന്നത്? അതൊരു ഏകപക്ഷീയമായ പരാമർശമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണോ? അതോ മാറ്റങ്ങളുണ്ടോ അതിന്? ഭാഷാസൂത്രം എന്ന് പറയുന്നത് പാഠ്യപദ്ധതി ഉൾപ്പെടെ വരുന്നതാണ്. അല്ല, ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റിന് ഒരു ലാംഗ്വേജ് പോളിസി ഇല്ല. ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് പോളിസി ഉണ്ട്. അതേ ഒഫീഷ്യൽ ലാംഗ്വേജിൽ 22 ഭാഷകൾ നമ്മുടെ ഭരണഘടനയുടെ 8ാം അനുച്ഛേദത്തിലുണ്ട്. അവയുമായി ബന്ധപ്പെട്ട ചില പോളിസി ഉണ്ടെന്നല്ല, അതൊരു ഭാഷാ നയം ഇന്ത്യക്കില്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും ആ സംസ്ഥാനത്തിൻ്റെതായ ഒരു ഭാഷാ നയമില്ല. ഇപ്പോൾ അങ്ങനെ ഒരു ഭാഷാ നയം ഉണ്ടാക്കാൻ അതേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഭാഷാ നയം, അതൊരു ഭാഷയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആ പ്രദേശത്തുള്ള എല്ലാ ഭാഷകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു നയം
വേണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ച് കഴിഞ്ഞിടെ ചില ആൾക്കാർ കർണാടക സർക്കാരിന് ഒരു നിവേദനം നൽകി. അപ്പം അങ്ങനെ ഒരു കമ്മിറ്റി അവിടെ രൂപീകരിച്ചിട്ടുണ്ട്, ഒരു പുരുഷോത്തം വെളിമല എന്ന് പറഞ്ഞൊരു പ്രൊഫസറുടെ കീഴിൽ. ഇതല്ലാതെ മറ്റു സംസ്ഥാനങ്ങൾക്ക് തൽക്കാലം അങ്ങനെ ഒരു നയം നിലവിലില്ല. പിന്നെ ഈ മറ്റു ഈ ഡയലക്ട്സ് എന്നൊക്കെ വിളിച്ചു വരുന്ന തരത്തിലുള്ള ഭാഷകൾക്ക് പ്രാധാന്യം നഷ്ടപ്പെടുന്നതിൽ ഒരു കാരണം, ഞാൻ നേരത്തെ 1907 ആലൂർ വെങ്കട്ടറാവ് വിളിച്ച് കൂട്ടിയ ഒരു സമ്മേളനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു ആവശ്യം ഇതായിരുന്നു, എങ്ങനെയാണ് ഈ എല്ലാ പ്രദേശത്തെ ആൾക്കാർക്കും മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു അച്ചടി ഭാഷ ഉണ്ടാക്കിയെടുക്കുകയാണ്. അവിടെയും ചിലപ്പോഴൊക്കെ ചില പ്രദേശത്തെ ഭാഷകൾക്ക് ഒരു സ്വാധീനം ഉണ്ടാവുന്നുണ്ട്. കേരളത്തിൽ അങ്ങനെ സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. കോട്ടയം ജില്ലക്കാർ അവകാശപ്പെടുന്നത് കോട്ടയത്തെ ഭാഷയാണ് അച്ചടി ഭാഷ എന്നാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അത് പക്ഷേ കർണാടകത്തിലൊക്കെ അതുണ്ട്. ഇപ്പോൾ ഷിമോഗ പ്രദേശത്തൊക്കെ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് അവിടുത്തെ അച്ചടി ഭാഷയായിട്ട് പിൽക്കാലത്ത് മാറുന്നത്. പിന്നെ നിങ്ങൾ ചോദിച്ചത് റേസും ക്ലാസും ഇതിൽ പ്രധാനമാണോ എന്ന്. റേസ് എന്നുള്ള ഒരു ആശയത്തിന് ഇപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ റേസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ബയോളജിക്കൽ കോൺസെപ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകൾ കൂടുതൽ എത്നിസിറ്റിയെ പറ്റിയിട്ടാണ് പറയുക. അപ്പോൾ എത്നിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരേ പ്രദേശത്ത് ഒരുപാട് കാലം ജീവിച്ചിരുന്ന, ഒരേ തരത്തിലെ ലൈഫ് സ്റ്റൈൽ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ തമ്മിലുള്ള ചില സമാനതകളും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു കോൺസെപ്റ്റാണ്. ബയോളജിക്കൽ അല്ല ഈ എത്നിസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഈ എത്നിസിറ്റി എന്നുള്ള ഒരു ഘടകവും ക്ലാസും മാത്രമല്ല, ജാതി അതിലുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയിൽ ഞാൻ ബ്രാഹ്മണരുടെ എലിമെന്റ് പറഞ്ഞിരുന്നു, ജെൻഡറും. ഇത് നാലും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആദ്യകാലത്ത് ഇതിൻ്റെ വക്താക്കൾ മുഴുവനും ആണുങ്ങളായിരുന്നു. പലപ്പോഴും പെണ്ണുങ്ങളെ സ്കൂളിൽ അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഗേൾസ് സ്കൂളുകളിലൊക്കെ തന്നെ ഒരിക്കലും സീറ്റ് ഫുള്ളാവുകയില്ലായിരുന്നു. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതിലൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ട്. കഴിഞ്ഞ ഒരു 30 കൊല്ലത്തിൽ ഇത് വ്യാപകമായിട്ട് മാറിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള അവബോധം നമുക്കുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു ഇൻഫർമേഷൻ ഓവർഫ്ലോ എന്നൊക്കെ പറയുന്ന തരത്തിൽ ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയും മറ്റു മാധ്യമങ്ങൾ വഴിയുമൊക്കെ ഈ സാഹചര്യത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള പല പോസിബിലിറ്റീസും ഉണ്ട്. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. 1986 ആണെന്ന് തോന്നുന്നുണ്ട്, പത്മരാജന്റെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു, ദേശാടന കിളി കരയാറില്ല. ഭാഷയായിട്ട് ബന്ധമല്ല കേട്ടോ, ഞാൻ ഈ ജെൻഡറിന്റെ ഒരു മാത്രം പറഞ്ഞാണ്. അതിൽ 2 പെൺകുട്ടികൾ തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റിയാണ് പറയുന്നത്. ആ കഥ എഴുതിയ നന്ദകുമാർ ഈ 2 പെൺകുട്ടികളെ ലെസ്ബിയൻസ് ആണ് എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചത്. പത്മരാജൻ സിനിമയിൽ അങ്ങനെ ചെയ്യുന്നില്ല. ഒരുപക്ഷെ അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ തല്ലുകൊണ്ട് തന്നെ. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം സിനിമയുടെ പേര് ഓർക്കുന്നില്ല, മമ്മൂട്ടി അഭിനയിച്ചൊരു സിനിമ ഉണ്ടായിരുന്നു. അതിൽ ഇത് വളരെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. എന്തോ കേരള ഗവൺമെന്റ് 2022 ഒരു സ്റ്റൈൽ ഷീറ്റ് ഇറക്കിയെന്ന് പറഞ്ഞില്ല. അപ്പൊ അതിനകത്ത് കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ആ കൊണ്ടുവന്നതിനകത്ത് തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ കേരള യൂണിവേഴ്സിറ്റി മലയാളത്തിന്റെ ഘട്ടമാണ്, പലതരത്തിലുള്ള ഹൈറാർക്കി ഈ ഇതിനകത്തേക്കും പ്രവേശിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ആകെയുള്ളൊരു മാറ്റം കേരളത്തിൽ അവകാശപ്പെടാവുന്ന SCRT ഇപ്പോൾ ഇറക്കുന്ന പാഠപുസ്തകങ്ങളിൽ കുറച്ചുകൂടി ഇൻക്ലൂസീവായിട്ട് ഈ എല്ലാ തരത്തിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത് അധ്യാപകരുടെ ഒരു ശ്രമമാണ്. പക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വളരെ കുറച്ച് സഹകരണം എന്നല്ല, ഞാൻ ആ വാക്കല്ല ഉപയോഗിക്കുക, കുറച്ചുകൂടി ഒരു പോളിസി ലെവലില് സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു മാറ്റം ഇനിയും വരേണ്ടത് ഉണ്ട്. ഭരണഭാഷാ വകുപ്പുണ്ട് ഇവിടെ. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് പോസിറ്റീവായൊരു സംഗതിയാണ്. പക്ഷെ അതിനകത്ത് കുറെ കൂടെ മാറ്റം വരേണ്ടതുണ്ടെന്നാണ് ഒരു ഭാഷാ പഠിതാവെന്ന രീതി. താങ്ക് യു സർ. ഗണേഷ് മാഷ് എന്തോ ചോദിക്കാനുണ്ടായിരുന്നു? ചോദിക്കാനല്ല, ആദ്യം ഒരു കമന്റാണ്. അത് എന്നെ നിങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ള പ്രൊഫസർ ബിപിൻ ചന്ദ്ര ഒരു പഹാടിയായിരുന്നു. പക്ഷെ അദ്ദേഹം ആ ഭാഷ ഉപയോഗിച്ചിട്ടേ ഇല്ല. കാരണം അങ്ങനെ ഒരു ഭാഷയില്ലല്ലോ. ആ ഭാഷ ഉപയോഗിച്ചിട്ടേ ഇല്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഹിന്ദിയാണ് ഉപയോഗിക്കുന്നത് എന്നായിരുന്നു. അപ്പൊ അത് കാണിക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അങ്ങ് പറഞ്ഞ എത്നിസിറ്റി എന്ന് പറയുന്ന ഒരു ഘടകവും ഭാഷ എന്ന് പറയുന്ന ഘടകവും എപ്പോഴും ഒരുപോലെ തന്നെ പോകണമെന്നില്ല എന്നുള്ളതാണ്. അതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. പല സ്ഥലങ്ങളിലും യഥാർത്ഥത്തിൽ ഈ ഹിന്ദിക്ക് തന്നെ നിരവധി വകഭേദങ്ങളുണ്ട്. അത് പലപ്പോഴും എത്നിക്കാണ്. പക്ഷെ അതേസമയം തന്നെ ഹിന്ദിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം ഒരു പറയുക ഹിന്ദിയാണെന്നുള്ളതായിരിക്കും. ഭോജ്പുരി എന്ന് പറയുന്ന യഥാർത്ഥ ഹിന്ദിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദി ആണെന്നായിരിക്കും അവർ പറയുക. അങ്ങനെ ഒരു
പ്രശ്നം ഈ പറയുന്ന ഈ വേരിയേഷൻസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ മൈഗ്രേഷൻസിൻ്റെ ഒരു തലം പരിശോധിക്കേണ്ടതാണ് എന്ന് തോന്നുന്നു. അതായത് കേരളം ഉണ്ടായി വന്നൊരു സമയത്ത് ഒരു വിചിത്രമായിട്ടുള്ള ഘടകം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ എനിക്ക് തോന്നുന്നൊരു ഘടകം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളുടെ ഈ വെസ്റ്റേൺ ഘട്ട് ഏരിയ മുഴുവനും അത് ആരുടെ ഭാഷയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഇടുക്കി ജില്ലയുടെ ഞാൻ പറയുക തൊടുപുഴ പോലുള്ള താഴെ മുകൾ ഭാഗം, ആ മുകൾ ഭാഗത്തിന് യഥാർത്ഥത്തിൽ കൂടുതൽ ബന്ധമുള്ളതും ഇപ്പോഴും ബന്ധമുള്ളതും ബോഡി, കമ്പം, തേനി, ഉടുമൽപേട്ട തുടങ്ങിയ പ്രദേശങ്ങളുമായിട്ടാണ്, അല്ലാതെ കേരളവുമായിട്ടല്ല. എന്ന് മാത്രമല്ല അവിടുത്തെ നിവാസികളിൽ തദ്ദേശീയർ മുഴുവനും ബന്ധപ്പെടുന്ന അവിടെയുമായിട്ടാണ്. പക്ഷേ നമ്മൾ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം 1950s മുതൽ കൃത്യമായിട്ട് കോട്ടയംകാരെ പറ്റി പറഞ്ഞപ്പോൾ പറയുന്നതിലേക്ക് വൻതോതിലുള്ള മൈഗ്രേഷനോടാണ്. ഈ വൻതോതിലുള്ള മൈഗ്രേഷൻ നടന്നത് അത് ചിലപ്പോൾ അത് ബോധപൂർവം നടത്തിയാൽ കല്ലാർപട്ടം കോളനി പോലെയുള്ള കോളനികൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായതെന്നാണ്. അപ്പോൾ ബോധപൂർവം നടത്തിയ മൈഗ്രേഷൻ കൂടിയാവാം. അങ്ങനെ വരുമ്പോൾ ഈ മൈഗ്രേഷന്റെ പശ്ചാത്തലത്തിൽ 1930 മുതൽ ആരംഭിച്ച മൈഗ്രേഷന്റെ പശ്ചാത്തലത്തിലാണ് വെസ്റ്റേൺ ഘാട്ട്സ് മുഴുവൻ യഥാർത്ഥത്തിൽ ഭൂരിഭാഗം പ്രദേശവും അത് മലയാളമായി തീരുന്നു. എന്ന് വെച്ചാൽ മലയാളികൾ എന്ന് പറയുന്നത് ജനവിഭാഗം കയറി ചെന്നുകൊണ്ടാണ്, അല്ലാതെ അവിടുത്തെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ മലയാളം ആയതുകൊണ്ടല്ല. ഇത് ഒരു കാര്യം. ഒറ്റ കാര്യം കൂടി അത് പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് ഹിറ്റ് ചെയ്തൊരു കാര്യമാണ്. അതായത് 20ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ നമ്മുടെ ചില പ്രധാനപ്പെട്ട ആളുകൾ ഇപ്പോഴത്തെ മലയാള ദേശത്തിന്റെ ബോർഡർ റീജിയൻസിൽ നിന്ന് വന്നവരാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നെയ്യാറ്റിൻകരക്കാരനായിരുന്നു. അതുപോലെ തന്നെ കവി കുഞ്ഞിരാമൻ നായരും വിദ്വാൻ പി കേളുനായരും വരുന്നത് യഥാർത്ഥത്തിൽ വടക്കേ ബോർഡറിൽ. ഈ ബോർഡർ റീജിയൻസിൽ വരുന്ന ഒരു വൻതോതിലുള്ള ഒരു മലയാളത്തിന്റെ സ്കൂളുകളുടെ അതിപ്രസരം, ഇങ്ങനെയുള്ള സംഗതികൾ ഇപ്പൊ പറഞ്ഞ പോലെ നടക്കുന്നുണ്ട് കേരളത്തിൽ. അങ്ങനെ വരുമ്പോൾ ഇതേ സ്കൂളുകളുടെ അതിപ്രസരം തിരിച്ച് മലയാളികളുടേതാണെന്ന് കരുതപ്പെട്ടിരുന്ന ഇന്നത്തെ വെള്ളവങ്കോട് എറണാകുളം താലൂക്കുകളിൽ ഇതേ രീതിയിൽ തന്നെ എമ്പെരുമാൾ നായിഡുവിന്റെ അതുപോലെ ആളുകൾ തമിഴ് മീഡിയം സ്കൂളുകളുടെ വൻതോതിലുള്ള സ്പ്രെഡ് നടക്കുന്നു. അപ്പൊ ഈ തമിഴ് മീഡിയം സ്കൂളുകളുടെ വൻതോതിലുള്ള സ്പ്രെഡ് നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു കാലത്ത് മലയാളം സംസാരിച്ചിരുന്നവർ തമിഴ് സംസാരിക്കാൻ ആരംഭിക്കുകയും തമിഴിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഇതേ രീതിയിൽ തന്നെ വടക്കേ മലബാറിന്റെ അങ്ങേയറ്റത്തുള്ള പ്രദേശങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരുപക്ഷെ ഉദുമ, കാസർഗോഡ് മുതലായ സ്ഥലങ്ങളിൽ അവിടുത്തെ ഭാഷയുടെ ഒരു പ്രത്യേകത ഇപ്പോഴും ഉണ്ട്. ആ ഭാഷ സംസാരിക്കുന്നവർ മലയാളം മീഡിയത്തിൽ പഠിക്കാനായിട്ട് ആരംഭിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ്. അങ്ങനെ ആധുനിക സമൂഹത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ വിദ്യാഭ്യാസത്തിന്റെ പ്രചാരം എന്ന് പറയുന്നത് തരത്തിൽ ഭാഷയുടെ ഒരു തലത്തിനെ വ്യാപിപ്പിക്കുകയോ ചുരുക്കുകയോ ചെയ്തിരിക്കാം എന്നുള്ളതിന്റെ ഒരു സൂചന മാത്രം. എന്ന് മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് കൂടി പുറത്താക്കപ്പെട്ടൊരു ഭാഷയുണ്ട്. അത് ഇവരുടെ നാട്ടിൽപ്പെട്ട തുളുവാണ്. കന്നഡക്കാര് തുളുവിനെ അടിച്ച് പുറത്താക്കി, മലയാളികളും തുളുവിനെ അടിച്ച് പുറത്താക്കി. അവസാനം തുളു എന്ന് പറയുന്ന ഭാഷ എവിടെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു തുളുവ ദേശമുണ്ട്. ശരിയല്ലേ? അവര് മദർ മലയാളം എന്നുള്ള രീതിയിലാണ് സ്കൂളിൽ പലപ്പോഴും ഇരുള ഭാഷ, ഊരാളി കുറുമ, കാണി ഈ ഭാഷ സംസാരിക്കുന്ന ട്രൈബൽ ഗ്രൂപ്പ്സ്. അപ്പൊ ഇവരുടെയും സ്കൂളിൽ ചേർക്കുമ്പോൾ മാതൃഭാഷ മലയാളം എന്നുള്ള രീതിയിൽ പഠിക്കേണ്ടി വരുന്നതിന്റെ പ്രശ്നം അതിപ്പം ഗവൺമെന്റ് അഡ്രസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ. എന്നാലും ഒരു ബൈലിംഗൽ ഏരിയ എന്നുള്ള രീതിയിലുള്ള പരിഗണനയൊക്കെ ഇപ്പോഴാണ് വന്നത്. അതുവരെയും അവരും മാതൃഭാഷ എന്ന് പറയുമ്പോൾ മലയാളമാണ്. അപ്പൊ അങ്ങനെയുള്ള ട്രൈബൽ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന ഈ ഭാഷാപരമായ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. അതെല്ലാ സ്റ്റേറ്റിലും ഉണ്ടെന്നാണ് കരുതുന്നത്.
നേരത്തെ പറഞ്ഞ തുളു ലാംഗ്വേജിനെ പറ്റിയിട്ടാണ്. ഈ തുളു ഡയലക്റ്റ് തന്നെ ഇപ്പോൾ കൊറഗ കമ്മ്യൂണിറ്റിയിൽ പറയുന്ന തുളു, അതുപോലെ തന്നെ ഇപ്പോൾ ശിവളി ബ്രാഹ്മിൻസിന്റെ തുളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതുപോലെ തന്നെ കന്നഡയുടെ കുറെ വേരിയേഷൻസ് ഉണ്ട്, ഹവ്യക്ക, കന്നഡ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ ഡയലക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അതിന് കാസ്റ്റ് റെപ്രസെന്റേഷന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ ആ ഒരു കാസ്റ്റ് ഹൈറാർക്കി അല്ലെങ്കിൽ സോഷ്യൽ ഹൈറാർക്കി ഫോം ചെയ്യുന്നതിന് അത് എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് 19-20 നൂറ്റാണ്ടുകളുടെ കാര്യം കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ. കാരണം അതിനു മുമ്പത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലായ്പ്പോഴും ഒരു സംസ്കൃതമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ഭാഷകളെ കാണുക, അത് അങ്ങനെ ആ രീതിയിൽ തന്നെ സംസ്കൃതം ശ്രേഷ്ഠമായ ഭാഷയാണെന്നും മറ്റു ഭാഷകളിൽ കാവ്യങ്ങൾ രചിക്കരുതെന്നൊക്കെയുള്ള സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭാവപ്രകാശനത്തിൽ ശാരദ തനയനൊക്കെ പറയുന്ന ഒരു ആശയമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആശയമുണ്ട്. പക്ഷേ ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള സമുദായങ്ങൾ ഉണ്ട്, പക്ഷേ സെൽഫ് കോൺഷ്യസ് ആയ സമുദായങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു മറുപടി ഇല്ലയെന്ന് തന്നെയായിരിക്കും. കാരണം അത് അടുത്ത കാലത്താണ് ഉണ്ടാവുന്നത്. കഴിഞ്ഞൊരു 200-250 വർഷങ്ങളായിട്ടാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ അതിനുമുമ്പ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സംഘകാലത്ത് തന്നെ നമ്മളിപ്പോൾ തോൽക്കാപ്പ്യം പോലെയുള്ള കൃതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു തമിഴ് പ്രദേശത്തെ പറ്റി ഒരു ധാരണയുണ്ട്. തോൽക്കാപ്പ്യത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, വടവെങ്കടം തെൻകുമരി ആയിടയും തമിഴ് കൂറും നല്ലൊരുകത്ത്. വെങ്കടം എന്ന് പറഞ്ഞാൽ തിരുപ്പതി, താഴെ കന്യാകുമാരി, ഇതിനിടയ്ക്കുള്ള തമിഴ് കൂറുന്ന ഇരിക്കുക നിലയുറപ്പിച്ച പ്രദേശമാണ് എന്നുള്ളൊരു പരാമർശം ഉണ്ടെങ്കിലും പിൽക്കാലത്ത് നമ്മൾ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ കൃതികൾ എടുത്ത് നോക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു സംഘം കൃതികൾ എടുത്ത് നോക്കുമ്പോഴോ ഒരു തമിഴ് ഭാഷ ഐഡൻറ്റിറ്റി, സെൽഫ് കോൺഷ്യസ് ആയ ഒരു തമിഴ് ഭാഷ കമ്മ്യൂണിറ്റി അവിടെ കാണാൻ പറ്റുന്നില്ല. കന്നഡയുടെ കാര്യത്തിൽ അത് തന്നെയാണ്. കന്നഡയുടെ കാര്യത്തിൽ ആദ്യത്തെ കൃതിയായ കവിരാജമാർഗ 9-ാം നൂറ്റാണ്ടിലെ കൃതിയാണ്. അതിൽ കന്നഡ വെച്ചിട്ട് ആ പ്രദേശത്തെ നിർവചിക്കുന്നുണ്ട്. കാവേരി ഇന്ദമാ ഗോദാവരി വര മിർപ്പ നാടക കന്നഡതൊൾ ഭാവി സീത ജനപദം. കന്നഡയിൽ ഇമാജിൻ ചെയ്ത കമ്മ്യൂണിറ്റിയാണ്. ഇമാജിൻ കമ്മ്യൂണിറ്റി അന്നേ ഉണ്ട്. എങ്കിൽ പോലും ഒരു 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഒരു ജനവിഭാഗം നമ്മൾ ഈ ഭാഷ സംസാരിക്കുന്നവരായതുകൊണ്ട് ഇന്ന രീതിയിൽ വ്യത്യസ്തരാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്നതായിട്ട് എവിടെയും കാണുന്നില്ല. അത് കാണുന്നത് 12-ാം നൂറ്റാണ്ടിൽ അങ്ങനെ സംഭവിച്ചു എന്നുള്ള ചരിത്രങ്ങൾ 19-ാം നൂറ്റാണ്ടിൽ എഴുതി തുടങ്ങുമ്പോഴാണ്. പ്രത്യേകിച്ച് ലിംഗായത്ത് ചരിത്രങ്ങളിൽ. കാരണം ലിംഗായത്തുകൾ തങ്ങളുടെ പൂജകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കന്നഡ വചനങ്ങളാണ്. ഇത് സംസ്കൃതത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിരുന്നൊക്കെയുള്ള രീതിയിൽ ആഖ്യാനങ്ങൾ വരുന്നു. അത് 19-ാം നൂറ്റാണ്ടിലാണ് വരുന്നത്. പിന്നെ ഈ 19-20 നൂറ്റാണ്ടുകളിൽ തന്നെ അതിൽ പറഞ്ഞ പോലെ എത്നിസിറ്റി പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ജെൻഡർ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, ക്ലാസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ വിവാഹത്തിൻ്റെ കാര്യം വരികയാണെങ്കിൽ തന്നെ ഈ കാസ്റ്റും ഈ ഭാഷയും തമ്മിലുള്ള വളരെ സങ്കീർണമായ ഒരു ബന്ധമുണ്ട്. ഇതിനെപ്പറ്റി അധികാരം സംസാരിച്ചതായിട്ട് അറിയില്ല. ഉദാഹരണത്തിന് ഒരു പ്രദേശത്ത് ഒരു ബ്രാഹ്മണൻ കുടുംബത്തിലെ ഒരു പയ്യന് എന്തെങ്കിലും കാരണം കൊണ്ട് സ്വന്തം സമുദായത്തിൽ നിന്ന് പെണ്ണ് കിട്ടുന്നില്ല എന്ന് വെക്കുക. അപ്പോൾ പിന്നെ അതിന് തൊട്ടടുത്ത അമ്പലവാസിയോ അല്ലെങ്കിൽ ക്ഷത്രിയ കുടുംബങ്ങളോ പിന്നെ നായർ കുടുംബങ്ങൾ ഇതൊക്കെ ആയിരിക്കും നോക്കുക. അവിടെ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്, അത് ക്രോസ് ചെയ്യില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അയൽ സംസ്ഥാനങ്ങളിലേക്കാണ് പോവുക. അപ്പോൾ അതായത് പല ജാതികളും ഇന്ന് താഴ്ന്ന ജാതി എന്ന് അവകാശപ്പെടുന്നവർക്ക് ഭാഷയുടെ മുകളിൽ തന്നെ ഒരു അധികാരമില്ല എന്നുള്ള രീതിയിലാണ് ഈ അധികാര രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത്. അത് നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയുണ്ട്. ഇത് മുകളിൽ നിന്ന് ആരെങ്കിലും ഇമ്പോസ് ചെയ്താണെന്നൊന്നും കരുതേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സിൽ തന്നെയുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഭാഗം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ജാതി ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു ഭാഷ ഒരു എത്നിസിറ്റിയുടെ മാത്രമാണ് എന്നുള്ള ഉദാഹരണങ്ങൾ വളരെ കുറവാണ് കേട്ടോ. അല്ല, അത് തീർച്ചയായിട്ടും അത് അവരുടെ ഒരു എത്നിസിറ്റിയുടെ ഭാഗം എന്നല്ല. ഇന്നിപ്പം പൂജ കർമ്മങ്ങൾ ചെയ്യുന്ന ശിവള്ളി ബ്രാഹ്മിൻസ് സംസാരിക്കുന്ന തുളു ഒരിക്കലും കൊറഗ കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാൾക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പൊ റോബർട്ട് കാൾവെറ്റിന്റെ കമ്പാരിറ്റീവ് സ്റ്റഡീസിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ജൈന കമ്മ്യൂണിറ്റിയുടെ തുളുവും അതുപോലെ തന്നെ കൊറഗ കമ്മ്യൂണിറ്റിയുടെ തുളുവും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഷ ശരിക്കും ഒരു കാസ്റ്റ് റെപ്രസെന്റേഷന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ശരിക്കുള്ള തെളിവുകൾ തുളുമായിട്ട് നിന്ന് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്നും അത് നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ ഇന്നും നിലനിൽക്കുന്നതല്ല പറയാം, ഇപ്പോഴുണ്ടായി വരുന്നുണ്ടെന്നായിരിക്കും ഞാൻ പറയുക. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്, തീർച്ചയായിട്ടും അതുണ്ട്. പക്ഷേ അതിന് വലിയൊരു ദീർഘകാല ചരിത്രം ഉള്ളതായിട്ട് നമുക്ക് നിലവിലുള്ള രേഖകൾ വെച്ചുകൊണ്ട് സ്ഥാപിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. 19-ാം നൂറ്റാണ്ട് വരെയൊക്കെ പിന്നോട്ട് പോകുന്നല്ലാതെ അതിലും മുമ്പ് ഇങ്ങനത്തെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം സെൽഫ് കോൺഷ്യസ്ലി പല ഭാഷാ സമുദായങ്ങളും തങ്ങളുടെ ഭാഷ മാറ്റുന്ന ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. അതിന് പല കാരണങ്ങളും ഉണ്ടാവാം. ഇപ്പം ഞാൻ നേരത്തെ അസാമിൻ്റെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞ ഖമ്യാങ് എന്ന് പറയുന്ന ആ ഒരു ഗോത്രവർഗത്തിൽ ഏതാണ്ട് 4 ലക്ഷത്തോളം ജനങ്ങളുണ്ട്. അവർ ഈ ഭാഷ സംസാരിക്കാണ്ടാവാനുള്ള ഒരു കാരണം പലതരം സമ്മർദ്ദങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണം, നിങ്ങൾക്ക് ആധാർ കാർഡ് വേണം, വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ചേർക്കണം, കുട്ടികളെ സ്കൂളിൽ ചേർക്കണം, സുഖമില്ലാണ്ടാകുമ്പോൾ ആശുപത്രി പോകണം. ഇവിടെയൊക്കെ നിങ്ങളൊരു ഫോം പൂരിപ്പിക്കണം. ഈ ഫോമിൽ ഒന്നിലെ ഇംഗ്ലീഷിലാണ് പൂരിപ്പിക്കേണ്ടത്, അല്ല അസമിയിലാണ്. ഖമ്യാങ് ഭാഷയിൽ ഫോമില്ല.
സ്കൂളിൽ പഠിപ്പിക്കുന്നത് അസാമി ഭാഷയാണ്. പൊതുസമൂഹത്തിൽ നിങ്ങൾ ഇടപെടുമ്പോൾ ജനങ്ങളോട് സംസാരിക്കുന്നത് ആ ഭാഷയിലാണ്. ലോകത്തെന്ത് സംഭവിക്കുന്നു എന്ന് അറിയണമെങ്കിൽ അസാമി ഭാഷയിലെ ചലച്ചിത്ര ടെലിവിഷൻ ചാനൽ കാണണം, അല്ലെങ്കിൽ അസാമി ഭാഷയിലുള്ള പത്രങ്ങൾ വായിക്കണം. അപ്പം ഇങ്ങനെയുള്ള സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് യുവതലമുറ ആ ഭാഷ സംസാരിക്കാതെ അസാമി സംസാരിച്ച് തുടങ്ങുന്നത്. ഇപ്പോൾ അതാത് പ്രദേശങ്ങളിലെ ഈ മാറ്റങ്ങളെ പറ്റിയിട്ട് അത് പഠിക്കേണ്ടത് തന്നെയുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സംസ്കൃതത്തിൻ്റെ അറബിയുടെയും കാര്യം പറഞ്ഞല്ലോ, അത് നമുക്കറിയാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഒരു ബാബറി മസ്ജിദ് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അതേ സെൻസസ് റിപ്പോർട്ടുകളിൽ നമുക്ക് കാരണം അറിയാത്ത മറ്റു പല ഡേറ്റയുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഖാന്ദേശ് എന്ന് പറഞ്ഞാൽ വടക്കൻ മഹാരാഷ്ട്രയിലെ ഈ ജൾഗാവ് പ്രദേശത്ത് കേന്ദ്രീകരിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ഖാന്ദേശി. 71 സെൻസസിൽ 2.5 ലക്ഷം പേരാണ് ഖാന്ദേശിയ ഭാഷ എന്ന് പറഞ്ഞത് മാതൃഭാഷയാണ്. 81 ആയപ്പോൾ 2.5 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷമായി. 91 ആയപ്പോൾ കുറഞ്ഞു 9 ലക്ഷമായി. 2001 ആയപ്പോൾ കൂടി 20 ലക്ഷമായി. 2011 ആയപ്പോൾ കുറഞ്ഞ് 18 ലക്ഷമായി. അവിടെ എന്തോ പ്രശ്നം സംഭവിക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്കറിയില്ല. ആരെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള പ്രാദേശികമായ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക തന്നെ വേണം. ഞാൻ ഇവിടെ 2ാം വർഷ വിദ്യാർത്ഥിയാണ്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ഭാഗങ്ങളും കേൾക്കാൻ പറ്റിയില്ലെങ്കിലും ലാസ്റ്റ് സാറ് പറഞ്ഞ ആസാമിന്റെ വിഷയം നോക്കുന്ന സമയത്ത് കേരളത്തിന് കൃത്യമായിട്ട് ഒരു ഭാഷാ നയമുണ്ട്. പക്ഷെ ആ നയം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു തലത്തിലേക്ക് നമ്മുടെ വിഭവശേഷിയോ അല്ലെങ്കിൽ നമ്മുടെ സൗകര്യങ്ങളെയോ സാങ്കേതികതയോ അതിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം കേരള രൂപീകരണത്തിന്റെ കാലഘട്ടം മുതൽ തന്നെ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ഭാഷ എന്തായിരിക്കണം, ഭരണഭാഷ സങ്കല്പം എങ്ങനെയായിരിക്കണം, നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വീക്ഷണം ഉണ്ടായിരുന്നെങ്കിലും 2017 ഔദ്യോഗിക ഭാഷയായിട്ട് മലയാളം മെയ് 1 മുതൽ നിലവിൽ വരുന്നത്. പക്ഷേ നമ്മൾ സ്ഥിതി നോക്കുന്ന സമയത്ത് ഈ നമ്മൾ ഭരണഭാഷ മലയാളമാക്കണം എന്ന് പറയുമ്പോഴാണെങ്കിലും അതിന്റെ കാര്യം എന്തായാലും ജനങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ഭരണത്തിൽ അല്ലെങ്കിൽ അവരെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള അവബോധം വേണമെന്നുള്ള ലക്ഷ്യം കൊണ്ടാണല്ലോ. പക്ഷേ ഇനിയും നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ടൊരു സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കുകയാണെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കേരള സർവകലാശാലയുടെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ 8-9 വർഷമായി നിയമം വന്നിട്ടും പൂർണ്ണമായിട്ട് നമ്മൾ മാറിയിട്ടില്ല. ബിരുദകാല പരീക്ഷകളുടെ കാര്യം ഇപ്പോ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഈ ഇംഗ്ലീഷിൽ സാറ് നേരത്തെ പറഞ്ഞ നമ്മളുമായി ബന്ധപ്പെട്ട കാര്യമുണ്ടല്ലോ, ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ ഒരു പ്രദേശത്തെ ഭാഷയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് മറ്റൊരു ഭാഷയിലേക്ക് മാത്രമാവുന്ന ഒരു നിലവിലെ പശ്ചാത്തലമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പ്രാദേശിക ഭാഷകൾക്ക് മേലുള്ള ഒരു ഫ്യൂഡൽ താല്പര്യങ്ങളുടെ കാര്യം അല്ലെങ്കിൽ അധീശത്വങ്ങളെ കുറിച്ച് നമ്മൾ ദേശീയ തലത്തിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ജനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരോ അല്ലെങ്കിൽ നമ്മൾ അടങ്ങുന്ന ഒരു സമൂഹത്തിന്റെ കാര്യം നോക്കുമ്പോൾ നമ്മൾ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു ചെറിയൊരു ഭാഷാ പ്രവർത്തനം എന്ന കൂടി നിലയിൽ കൂടി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതിൽ നമ്മൾ കൃത്യമായിട്ട് അവബോധത്തോടു കൂടി പോകേണ്ടതുണ്ട്. ഇപ്പോൾ 2017 മലയാള പഠന നിയമം വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ സ്കൂളുകളിൽ മലയാളം പഠിപ്പിക്കണം, നിർബന്ധമായിട്ടും 10ാം ക്ലാസ് വരെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വിവരാവകാശ നിയമപ്രകാരം കിട്ടിയിട്ടുള്ളതനുസരിച്ച് കേരളത്തിൽ മലയാളം പഠിപ്പിക്കാത്ത 890 സ്കൂളുകളുണ്ട്. അതായത് ഒരു പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മലയാള പഠന നിയമം എന്താണെന്ന് എന്നോട് അങ്ങോട്ടേക്ക് ചോദിച്ചു. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. നമുക്ക് നയോ അല്ലെങ്കിൽ വീക്ഷണോ ഇല്ലാത്തതിന്റെ പ്രശ്നമല്ല, പക്ഷെ അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഇനിയും ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ ജനങ്ങളുടെ ഭാഷയിൽ കാര്യങ്ങൾ കിട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ ബഹുഭാഷാ സംസ്കാരത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പോകണമെന്നാണ് പൊതുവായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഭാഷയുടെ രാഷ്ട്രീയം എന്നല്ല, ഭാഷകളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ തന്നെ നടത്തിയിട്ടുള്ള ഈ ഒരു പരിപാടികൾ ഇരിക്കുന്നതായിട്ട്. നന്ദി.
ചടങ്ങിന് നന്ദി അർപ്പിക്കുന്നതിനായി KCHR ഡയറക്ടർ ഡോക്ടർ ദിനേശൻ B ക്ഷണിച്ചു. അധ്യക്ഷൻ ഇന്ന് ഇവിടെ എളംകുളം മെമ്മോറിയൽ ലെക്ചർ നടത്തിയ നമ്മുടെ വിശിഷ്ടാതിഥി മനു വി ദേവദേവൻ, പ്രൊഫസർ ഷാജി അനിരുദ്ധൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തികളെ, സുഹൃത്തുക്കളെ, KCHRനെ വളരെ അഭിമാനമുണ്ടാക്കിയ ചില നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോയത്. KCHR വിഭാവനം ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒന്ന് അറിവ് സാധാരണക്കാരുടെ അടുത്തും അതേപോലെ തന്നെ അറിവ് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ ഇടയിലും എത്തിക്കുക എന്നുള്ള ഒരു പ്രധാന പരിപാടിയുണ്ട്. അതിലൊരു കാര്യമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ഇത്രയധികം ആൾക്കാർ മനുവിനെ കേൾക്കാൻ വന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയധികം ആൾക്കാരെ ഈ പ്രഭാഷണം കേൾക്കാൻ ഇവിടെ എത്തിച്ച കേരള യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗത്തിലെ മുഴുവൻ അധ്യാപകരോടും KCHRനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ വളരെ മനോഹരമായ പ്രഭാഷണം സശ്രദ്ധം കേട്ടു നിന്ന നിങ്ങൾക്ക് എല്ലാവർക്കും KCHRന്റെ നന്ദി അറിയിക്കുകയാണ്. ഭാഷ എന്ന് പറയുന്നത് നമ്മൾ സ്വതന്ത്രമായി നമ്മൾ ഉണ്ടാക്കിയെടുത്ത് നമ്മളുടെ ലാവണ്യബോധത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ്, അത് നമ്മളെ സ്വതന്ത്രരാക്കുന്നതാണ് എന്നുള്ള ഒരു മിഥ്യാധാരണ ഈ പ്രഭാഷണം കേൾക്കുന്നതിന് മുന്നേ നിങ്ങളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രഭാഷണം കഴിഞ്ഞപ്പോഴേക്കും ഭാഷയുടെ രാഷ്ട്രീയവും ഭാഷയെയും രാഷ്ട്രീയത്തിനെയും നിയന്ത്രിക്കുന്ന അതിൻ്റെ സാമ്പത്തിക അടിത്തറ എന്താണെന്നും സാമ്പത്തിക ഘടകം എന്താണ് എന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ 19-ാം നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിൻ്റെയും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എങ്ങനെയാണ് ഭാഷയെ അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അതിന് ഏത് രീതിയിലാണ് മാർക്കറ്റ് ഇടപെട്ടിട്ടുള്ളത്, ക്യാപിറ്റൽ എങ്ങനെയാണ്, മൂലധനം എങ്ങനെയാണ് ഇടപെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. പല ചോദ്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മനു 19-20 നൂറ്റാണ്ടുകളിലെ കാര്യമാണ് പറഞ്ഞത് എങ്കിൽ അതിന് മുന്നേയുള്ള കാലത്തും ഇതുപോലെ തന്നെ ഭാഷയെ അത്ര സ്വതന്ത്രമായി തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇവിടെ ഇരിക്കുന്ന പല ചരിത്ര വിദ്യാർത്ഥികളും MA ഒക്കെ പഠിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികൾക്കുണ്ട്. ഇതേ പ്രക്രിയ തന്നെയാണോ 19-ാം നൂറ്റാണ്ടിന് മുന്നിലും ഭാഷയെക്കുറിച്ചിട്ട് പഠിക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്? ഈ രീതിയിൽ അതിനെ പഠിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾക്കും ആലോചിക്കാവുന്നതാണ് ചരിത്ര വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ. മറ്റ് പല ചോദ്യങ്ങളും മനു നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച പല ചോദ്യങ്ങളും പല എംപിരിക്കൽ ഫാക്ട്സും നിങ്ങൾക്ക് കൂടുതൽ ചിന്തകൾ ഉണ്ടാക്കിയെടുക്കാൻ, നിങ്ങളെ കൂടുതൽ ചിന്തിപ്പിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്ര മനോഹരമായ പ്രഭാഷണം ഈ വർഷത്തെ എളംകുളം മെമ്മോറിയൽ പ്രഭാഷണം നടത്തിയ മനു വി ദേവദേവനോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അധ്യക്ഷന് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമില്ല. അധ്യക്ഷൻ നമ്മളെല്ലാവരും കൂടി നടത്തുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ അധ്യക്ഷൻ ചോദിച്ച ഒരു ചോദ്യം മുന്നിലുണ്ട്. നിങ്ങൾക്ക് നമ്മളിപ്പോൾ ആരെങ്കിലും വന്ന് ചോദിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഈ ജനറേഷൻ, എൻ്റെയും ഭാഷയുടെയും ജനറേഷൻ അല്ല, അതിന് നിങ്ങളുടെ ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയും, നിങ്ങളുടെ മാതൃഭാഷ സംസാരിക്കുന്നത് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇവിടെ ഇരിക്കുന്നവരിൽ അതില്ലെങ്കിലും മറ്റു പലർക്കും അതറിയാം. നമ്മുടെ ഭാഷ മെല്ലെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പഹാടി നഷ്ടപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ ഭാഷയിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ നഷ്ടപ്പെടൽ വെറുതെ നഷ്ടപ്പെടുന്നതല്ല എന്നാണ് മനു പറഞ്ഞത്. എങ്ങനെയാണ് നമ്മളെ തന്നെ ക്യാപിറ്റൽ അതിൻ്റെ താല്പര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ഭാഷ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. ആ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പ്രൊഫസർ KN ഗണേശൻ അധ്യക്ഷ പ്രസംഗം നടത്തിയിട്ടുള്ളത്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതും മനുവിടെ പ്രസംഗവും തമ്മിലുള്ള ബന്ധവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങളിൽ ഉണ്ടാവട്ടെ.
അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു അധ്യക്ഷ പ്രസംഗം നമുക്ക് നൽകിയ പ്രൊഫസർ കെ.എൻ. ഗണേഷിനോടുള്ള നന്ദിയും ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിയിൽ ഞങ്ങളോട് സഹകരിച്ച് അവിടെ എത്തിയിട്ടുള്ള KCHRലെ മുഴുവൻ ജീവനക്കാരോടും ഇവിടെ മറ്റ് ടെക്നിക്കൽ സപ്പോർട്ട് നൽകിയ ആൾക്കാരോടും എല്ലാവരോടും KCHRന്റെ കടപ്പാട് ഒന്നും കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി. പുറത്ത് ലൈറ്റ് ഓൺ ഫ്രഷ്മാൻ